പരമാവധി പ്രഭാഷണത്തോട് അടുത്തിരിക്കുകയാണ് വേണ്ടത്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ചെവിയിലൂടെ അല്ല കയറുക, രോമക്കുത്തിലൂടെ കയറും, ഇതിലൂടെ അല്ല. അസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി ആണ്. അസ്മായ ആള് അബ്സറായ ആളിൽ നിന്ന് പഠിക്കുകയാണ്. എന്നിട്ട് രണ്ടാളും തഖറുബാണ് അവിടെ വസീലത്തായി കാണിച്ചത്. ഫഅസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി, കാൽമുട്ടിലേക്ക് കാൽമുട്ട് ചേർത്തിരുന്നു. ജിബ്രീലിന് കുറേ വയസ്സായതുകൊണ്ട്, കേൾവി കുറവായതുകൊണ്ടല്ല, അസ്മാഉൽ ഖൽഖാണ്, ലോകത്തെ ഏറ്റവും വലിയ കേൾവിക്കാരനാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ എന്താണത്? അത് ഇൽമിൻ്റെ ബറക്കത്തും ഇൽമിൻ്റെ അദബുമാണ്. ദൂരെ ഇരുന്നാൽ കേൾപ്പിക്കാൻ മാത്രമുള്ള കരുത്തുള്ള ആളുമാണ്. 10,000-കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടിയ, 10,000 ഒരുമിച്ച് കൂടിയ ഹജ്ജത്തുൽ വദാഇൽ ഓരോ ആളുകളെയും തൻ്റെ വാക്ക് കേൾപ്പിച്ച ആൾ തന്നെയാണ് ആ പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും അടുത്തിരുന്നു എന്നാണ്. ഫഅസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി. അതാണ് ദീനിൻ്റെ ഒരു മർമ്മം. തഖറുബ്, സാമീപ്യം, അടുത്തിരിക്കൽ. നമ്മുടെ ഈ കാലഘട്ടം എന്നാൽ ഒരു ദുരന്തത്തിൻ്റെ കാലഘട്ടമാണ്. ഇല്ല, അല്ലെങ്കിൽ മാധ്യായ ദുരന്തം എന്നാൽ പദാർത്ഥ സംബന്ധിയായ ദുരന്തങ്ങൾ, ശരീരത്തിന് നഷ്ടം, യുദ്ധങ്ങൾ, കുഴപ്പങ്ങൾ, ഇതൊക്കെ ദുരന്തം തന്നെയാണ്. പക്ഷെ ആ ദുരന്തം ഒരു സമ്പൂർണ്ണ ദുരന്തമല്ല. എന്തുകൊണ്ട്? അതിൽ ഷഹാദത്ത് എന്നൊരു സംഗതി ലഭിക്കും. അതാകട്ടെ ഏറ്റവും വലിയ ഭാഗ്യവുമാണ്. ഒരാൾ ശത്രുവിനാൽ കൊല ചെയ്യപ്പെട്ടാൽ അതിനെ നമുക്ക് ദുരന്തമെന്ന് പ്രത്യക്ഷത്തിൽ പറയാം. എന്നാൽ അടിസ്ഥാനപരമായി അത് ദുരന്തമല്ല. അത് അള്ളാഹുവിൻ്റെ റിദ്വാനിലേക്കുള്ള ഒരു സബീലാണ്. അപ്പോൾ അത് ദുരന്തമല്ല. അങ്ങനെയാണെങ്കിൽ ബദറിൽ 14 ആൾ മരിച്ചിട്ടുണ്ടല്ലോ, അത് ദുരന്തമല്ലല്ലോ. ഉഹുദിൽ 70 ആൾ മരിച്ചിട്ടുണ്ട്, അതും ദുരന്തമല്ല. ദുരന്തം എന്ന് പറഞ്ഞാൽ മാദ്ദിയായ ദുരന്തമല്ല, മാനവിയായ ദുരന്തമാണ്. എന്താണ് ഈ മാനവിയായ ദുരന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റായി ഇരിക്കണം, അപ്പോഴേ നിങ്ങൾക്കത് തലയേക്കട് കയറുള്ളൂ. എന്താണ് മാനവിയായ ദുരന്തം? മാനവിയായ ദുരന്തം എന്ന് പറഞ്ഞാൽ ജനങ്ങള് പ്രത്യക്ഷത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, പക്ഷെ അത് അവരെ ഉള്ളിനെ സ്വാധീനിക്കാതിരിക്കുക. നമ്മൾ ഈ തണുപ്പ് മാസങ്ങളിൽ ഒഴിച്ചിൽ നടത്തും, മുതലാളിമാരൊക്കെ നടത്തും. ഇപ്പം മുസ്ലിയാക്കന്മാരും നടത്തുന്നുണ്ടെന്ന് കേൾക്കുന്നു. പഴയ കാലത്ത് മുതലാളിമാരായിരുന്നു നടത്തിയിരുന്നത്, ഇപ്പം എല്ലാവരും നടത്തുന്നുണ്ട്. അത്യാവശ്യം ചില്ലറ പൈസയൊക്കെ എല്ലാവരുടെ കയ്യിലുള്ളത് കൊണ്ട് ഒഴിച്ചിലിൻ്റെ ഒരു കാലമാണ് ഈ കാലം. പ്രത്യേകിച്ച് തണുപ്പ് കാലമാണ് ഒഴിച്ചിലിൻ്റെ കാലം. ഈ ഒഴിച്ചിലെന്ന് പറഞ്ഞാൽ ഒഴിയുന്നവൻ്റെ കൈ ഒഴിയപ്പെടുന്നവൻ്റെ തടിയിലൂടെ നടത്തലാണ്. അതിങ്ങനെ മൂർത്താവ് മുതൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നടത്തുക എന്നതിനാണ് ഒഴിയുക എന്ന് പറയുന്നത്. പക്ഷേ അതാ നടത്തിയാൽ പോരാ, അതവൻ്റെ ഉള്ളിലേക്ക് കയറണം, അതിൻ്റെ സ്വാധീനം ഉള്ളിൽ തട്ടണം. തട്ടിയിട്ടില്ലെങ്കിലോ ഒഴിച്ചിലിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും, പക്ഷേ ഫലമൊന്നും ഇയാൾക്ക് ഉണ്ടാവുകയും ഇല്ല. എന്നതുപോലെയാണ് ഇന്നത്തെ കാലത്ത് നിസ്കാരവും നോമ്പും ഒക്കെ. ഇന്നത്തെ കാലത്തെ നിസ്കാരത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പലരിലും 90% ആളുകളിലും ഈ ഫലമില്ലാത്ത ഒഴിച്ചിലിൻ്റെ കളിയാണ് ഇന്നത്തെ നിസ്കാരവും ഇന്നത്തെ നോമ്പുമെല്ലാം. അത് പറഞ്ഞാലും മനുഷ്യരുടെ തലയിലേക്ക് കയറൂല. മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേറെ ടീമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പറയാൻ തിരിയുന്നവൻ പറഞ്ഞാൽ പോലും മനുഷ്യൻ ഇന്ന് വിഡ്ഢിയാവുകയാണ്. പറയുന്നവൻ വിഡ്ഢിയാണ്. എന്തുകൊണ്ട്? എല്ലാം തിരിഞ്ഞു എന്നൊരു ഭാവമാണ് ഇപ്പം എല്ലാവർക്കും ഉള്ളത്. ഒക്കെ അറിയും, എല്ലാം അറിയുന്നവനാണ്, എല്ലാം എനിക്കറിയും എന്ന ഒരു നാട്യത്തിലാണ് ഇപ്പോൾ മനുഷ്യ ജനതയുടെ പോക്ക്. അപ്പം ഇങ്ങനെയുള്ള ദുരന്തമാണ് സത്യത്തിൽ ഭീകരമായ ദുരന്തം എന്ന് പറയുന്നത്. എന്താണ് ആ ദുരന്തത്തിൻ്റെ ദുർഫലം? ആ ദുരന്തത്തിൻ്റെ ദുർഫലം ഈമാനിൻ്റെ
ഗ്രാഫ് കുറഞ്ഞു പോവുകയും ചിലപ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയുമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പുറംപൂച്ചുകൊണ്ട് മനുഷ്യർ ആത്മാഭിമാനം നടിക്കുകയും അകക്കാമ്പിലേക്ക് മനുഷ്യൻ്റെ കണ്ണെത്താതിരിക്കുകയും ചിലപ്പോൾ അകക്കാമ്പ് എന്നതിനെക്കുറിച്ചൊരു ചിന്ത പോലും മനുഷ്യന് ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുക. പകരം എന്താണ്? ഹുദൂഇന് വേണ്ടിയും ദില്ലത്തിന് വേണ്ടിയും ഉള്ള അമലുകളും ഇബാദത്തുകളും തകബ്ബുറിന് സബീലാവുക. അള്ളാഹു കാക്കട്ടെ. ഒരു മനുഷ്യൻ ആബിദാകുമ്പോൾ അവൻ അള്ളാഹിൻ്റെ മുന്നിൽ ദലീലും മുഅ്മിനിൻ്റെ മുന്നിൽ ഖാളിഉമാണ് ആവേണ്ടത്. പക്ഷേ പകരം അവൻ മുത്തകബ്ബിറാവുക. എന്തുകൊണ്ട്? ഇബാദത്ത് തീരെ വ്യക്തിയിൽ സ്വാധീനിക്കാതിരിക്കുക. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? മർമ്മവുമായി ഇവന് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് ഗൗരവമായി ചിന്തിക്കണം. ഇബാദത്ത് ഒരു മനുഷ്യനിൽ സ്വാധീനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ ദലീലാവുകയും മുഅ്മിനിൻ്റെ മുന്നിൽ ഖാളിആവുകയും ചെയ്തുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ പുറംപൂച്ചിൽ അവൻ അള്ളാഹിൻ്റെ മുന്നിൽ പോലും ദലീലല്ല. അപ്പോൾ അവൻ മുഅ്മിനിൻ്റെ മുന്നിൽ ഖാളിഉമല്ല, നിസാരൻ, വിനയം കാണിക്കുന്നവൻ. ഇതൊക്കെയാണ് ആ ദലീൽ എന്നതിൻ്റെയും ഖാളി എന്ന വാക്കിൻ്റെയും അർത്ഥം. പകരം ഇബാദത്ത് തകബ്ബുറിനെ ഉണ്ടാക്കുക. അതിൻ്റെ ഫലം, ദുരന്ത ഫലം എന്താണ്? ആബിദ് മുഫ്തിനാവുക. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ലി, കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് ഫിത്ന. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇബാദത്ത് ചെയ്യുന്ന ആബിദിൽ നിന്ന് തന്നെയാണ് ഫിത്ന ഉണ്ടാവുക. ഒരു നാട്ടിലെ 5 വക്ത് നിസ്കരിക്കുന്നവനും സുന്നത്തെടുക്കുന്നവനുമായ ഒരാളും അത്തരൊന്നും സുന്നത്തെടുക്കാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ ആ നാട്ടിൽ ഏറ്റവും ഫിത്ന ഉണ്ടാവുക ഈ സുന്നത്തെടുക്കുന്നവനിൽ നിന്നായിരിക്കും. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും തലവേദന ഇവനായിരിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എല്ലാ കുട്ടിത്തിരിപ്പും എല്ലാ പ്രശ്നങ്ങളും മുഴുവനും ഇവരെ കയ്യിൽ നിന്നാണ് ഉണ്ടാവുക. എന്നാ ബാഹ്യമായ സുന്നത്തുകളെല്ലാം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാൽ വലിയൊരു ശതമാനം ഇന്ന് അങ്ങനെ അടപ്പടിക്കുവാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് ഇതിന് കാരണം? കാരണം യഥാർത്ഥ മർമ്മത്തെ പറ്റിയുള്ളൊരു ബോധമില്ലാതിരിക്കലാണ്. യഥാർത്ഥ മർമ്മത്തെ പറ്റിയുള്ള ബോധം ഇല്ലാതിരിക്കുമ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നം ഓരോന്നിനും ഓരോ സ്ഥലത്തും തൊടണം. ഉദാഹരണം പറയാ, ഈ ക്ലച്ച് ചവിട്ടുക എന്നൊരു പരിപാടിയുണ്ട്. ഗിയർ മാറ്റണമെങ്കിൽ ക്ലച്ച് ചവിട്ടണം. ഒരുത്തൻ ഗിയറിൻ്റെ ആ വടി ഇങ്ങനെ മാറ്റി, പക്ഷെ അവൻ ക്ലച്ച് ചവിട്ടിയിലാന്ന് സങ്കല്പിക്ക്. ക്ലച്ച് ബോക്സ് പൊളിയാന്നല്ലാതെ വണ്ടിക്ക് ഫലം ഉണ്ടാവില്ല. തിരിച്ചും ഒരുത്തൻ ക്ലച്ച് നല്ല പോലെ ചവിട്ടി, എന്നാൽ ഗീറിനും തകയ്യുറാക്കിയിലാന്ന് സങ്കല്പിക്ക്, എങ്കിൽ അവിടെയും വണ്ടിക്ക് ഫലം ഉണ്ടാവില്ല. വണ്ടിക്ക് നേരെ വിപരീത ഫലം ഉണ്ടാവുക. നിങ്ങളിവിടെ ഇല്ല, മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതന്നെയാണ് വയറിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് തുടങ്ങാനല്ല, വയറിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതന്നെയാണ് വയറിൽ. ഇനി വയറിൽ കുറേ കഴിഞ്ഞ് ദാമുകാണെന്ന് വിചാരിക്കണ്ട, ഇതന്നെയാണ് വയറിൽ. ഇനി പുതിയൊരു വയറിൽ വരാനില്ല, ഇതാണ് വയറിൽ. അപ്പോൾ വളരെ ഇന്ന് മനുഷ്യൻ്റെ ഒരവസ്ഥ ഭയാനകമായ അവസ്ഥയാണ്. അതായത് ഇത് രണ്ടിൻ്റെയും പണി ഒരേ സമയത്ത് നടക്കണം. ജസദിയായ പണി നടക്കുമ്പോൾ റൂഹിയായ പണി നടക്കണം. ജസദിന് ബന്ധം ആദമിനോടാണെങ്കിൽ റൂഹിന് ബന്ധം മുഹമ്മദിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സുന്നിക്ക് തിരിയാത്ത കാലമാണിത്. മുജാഹിദിനെ പറ്റി പറയന്നെ വേണ്ട, അവരെ പറ്റി വിട്ടാളി. അവരെ വർത്താനം തന്നെ പറയണ്ട. കാരണം അവർ പടിക്ക് പുറത്തു പോയി. അവര് അള്ളാന്റെ ഹബീബിന്റെ കമാലിയത്തിനെ മനസ്സിലാക്കുന്നതിൻ്റെ പടിക്ക് പുറത്തുപോയി. ഇനി അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അവരെ മടക്കിക്കൊണ്ടുവരണം. ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നല്ല ഞാൻ കണ്ട. നാളെ പുതിയ കേസറ്റ് ഇറക്കണ്ട, ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാഹിറായ അമൽ ചെയ്യുന്നവർക്കൊക്കെ ഇസ്ലാം എന്ന് പറയും. അതുകൊണ്ട് അവിടെ ലെവലിലാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. സുന്നികളെ കാര്യം അപ്പം ഞാൻ ഈ പറഞ്ഞത്, മുജാഹിദിന്റെ കാര്യമല്ല. മുജാഹിദിന്റെ വർത്താനം തന്നെ വിട്ടാളേ, അത് വർത്താനം വിട്ടാളേ. മുജാഹിദ് എന്നെ മനസ്സിലാക്കുന്നതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത്, മുജാഹിദിന് ഒരു ഉപമ പറയുകയാണെങ്കിൽ, കരിപ്പൂർ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന്
ദുബായിലേക്ക് ടിക്കറ്റ് എടുത്ത ആളുകളെ വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോവുക. ഇതിനാണ് മുജാഹിദ് എന്ന് പറയുന്നത്. ആ ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ 3.5 മണിക്കൂർ കൊണ്ട് ദുബായിൽ ഇറങ്ങുന്നതാണ്. പക്ഷെ അവരെ വണ്ടി പോണത് കോലാലംപൂരിലേക്കാണ്, നേരെ എതിർദിശയിലേക്കാണ്. എന്നാൽ സാധുക്കളായ ആളുകൾ സീറ്റ് ബെൽറ്റ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് മുറുക്കണം, സീറ്റ് ബെൽറ്റ് കെട്ടണമെന്ന്. ഇവർ സീറ്റ് ബെൽറ്റ് മുറുക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് കെട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ആവശ്യമുള്ള മധുരവും മറ്റുമൊക്കെ എയർ ഹോസ്റ്റസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ 3.5 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷെ ആ ഇറക്കം ദുബായിലാവൂല, അത് കോലാലംപൂരിലായിരിക്കും. അതാണ് മുജാഹിദ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് സുന്നികളെ പറ്റിയാണ്. ഇന്നത്തെ സുന്നികളുടെ രീതികളെ പൊതുവായി നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നത് ഒരു 75 കൊല്ലം മുമ്പുള്ള മുജാഹിദാണ് ഇന്നത്തെ സുന്നിനാണ്, അല്ലെങ്കിൽ 50 കൊല്ലം. അതിനേക്കാൾ കുറച്ച് പറയണമെന്ന് എനിക്ക് പൂതിയുണ്ട്. പക്ഷെ നല്ല നിലക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനേക്കാൾ കുറക്കാത്തത്. നല്ല നിലക്കൊന്ന് ഇവിടുന്ന് വിട്ടു പിരിഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു ബന്ധമില്ല കാര്യങ്ങളുമായി. ശരീരത്തിന് ബന്ധം ആദമിനോടാണെങ്കിൽ റൂഹിന് ബന്ധം മുഹമ്മദിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദ്ന ആദം അലൈഹിസ്സലാം. രണ്ടിൽ നിന്ന് സമഞ്ജസമായി ഉണ്ടാക്കപ്പെട്ടതാണ് മനുഷ്യൻ. രണ്ടും ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ. അതില് ശരീരം മാത്രമാണ് മണ്ണ്. മനുഷ്യൻ മണ്ണ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ല, മണ്ണിനെ മനുഷ്യന്റെ കേസാക്കിയതാണ്. മനുഷ്യന് യഥാർത്ഥ ബന്ധം മുഹമ്മദിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റൂഹിയായ ബന്ധമാണ്, അത് നൂരിയായ ബന്ധമാണ്. നൂറാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. ഇത് ശരീരമാണ്, ഇത് വദിയാണ്, ഇത് നിസ്സാരപ്പെട്ട സാധനമാണ്. ഇത് കൊണ്ടുപോയി മണ്ണിലേക്ക് തട്ടുന്ന സാധനമാണ് ഇത്. മറ്റതങ്ങനെയല്ല. ഇത് അടിയിൽ നിന്നെടുത്തതാണ്, മറ്റത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. വഹ്യും മുകളിൽ നിന്ന് വരുന്നതാണ്. വഹ്യും മുകളിൽ നിന്ന് വരുന്നതാണ്. റൂഹ് മുകളിൽ നിന്ന് വരുന്നതാണ്. റഹ്മത്ത് മുകളിൽ നിന്ന് വരുന്നതാണ്. റൂഹുൽ അർവാഹ് മുഹമ്മദാണ്, റഹ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹുൽ അർവാഹ് മുഹമ്മദാണ്. പറയ ഉറക്കെ പറ. റൂഹുൽ അർവാഹ് മുഹമ്മദാണ്. അതെന്താണെന്ന് പോലും അന്ന് വെളിപ്പെടുത്തിയില്ല. سألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. റൂഹിനെ ചോദിച്ചിട്ട് അള്ളാഹ് പറഞ്ഞെന്നില്ല, പിന്നെ പറയാന്ന് പോലും പറഞ്ഞില്ല. നിങ്ങൾക്ക് വിവരം കൂടുതലില്ല എന്നാ പറഞ്ഞു റൂഹ്. അതുകൊണ്ട് മുഹമ്മദിയത്തിന് തിരിയൂല, അത് തിരിയുന്നില്ല. എന്തിനാ മൗലിദ് യോഗം എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ തിരിയാനാണ് മൗലിദ് യോഗം, തിരിയാനല്ല. മുഹമ്മദ് നബിയെ തിരിയാൻ വേണ്ടി മൗലിദ് യോഗം ഉണ്ടാക്കിയാൽ ആ മൗലിദ് യോഗം പരാജയമാണ്. മുഹമ്മദ് നബിയെ തിരിയില്ല. وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالعلوم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എങ്ങനെ തിരിയും മനുഷ്യന്മാർ? ഇത് എഴുതി വെക്കുന്നത് ഈ വരിയ എഴുതി വെക്കുന്നത് 800 കൊല്ലം മുമ്പാണ്. ഇമാം ബൂസൂരി ഹിജ്റ 608 ജനിക്കുകയും ഹിജ്റ 694 വഫാത്താവുകയും ചെയ്ത ആളാണ് ഇമാം ബൂസൂരി. ഉറക്കെ പറ റളിയല്ലാഹു അൻഹു. وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالعلوم. എങ്ങനെയാണ് നബിയുടെ യാഥാർത്ഥ്യം ഈ ജനത്തിന് തിരിയുക? ഏതാണ് ജനം? ഖൗമുൻ നിയാമുൻ, ഇവർ ഉറങ്ങുകയല്ലേ. തസല്ലൗ അൻഹു, നബിയും വിട്ടിവർ ആനന്ദത്തിൽ പെട്ടിട്ടുണ്ടല്ലോ. ബിൽ ഉലുമി, സ്വപ്നങ്ങൾ കൊണ്ട്. അല്ലല്ലല്ല,
നബിയെയും വിട്ട് ദുനിയവിയായ സ്വപ്നങ്ങളിൽ മുഴുകിയ ഒരു ജനത്തിന് നബിയെ എങ്ങനെ തിരിയാനാണ്? വകൈഫ യുദ്രികു ഫിദ്ദുനിയ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലു അൻഹു ബിൽഹുലുമി. ഇത് 800 കൊല്ലത്തെ മാപ്പിളാരെ പറ്റി പറഞ്ഞതാ. പിന്നെ ഇപ്പോഴത്തെ മാപ്പിളാർക്ക് തിരിയെന്ന് പറഞ്ഞാൽ ഓന അന്തല്ല എന്നല്ലാതെ എന്താ ഇതിൻ്റെ മേന? പിന്നെ ഇപ്പോഴത്തെ മാപ്പിളാർക്ക് ഒരു സുഖമുണ്ട്. മുൻഗാമികളായ മാപ്പിളാർ മുഴുവനും ഇസ്ലാമിൻ്റെ പുറത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ മാപ്പിളാർ രംഗത്തിറങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും വലിയ മഹാന്മാർ ഇപ്പോഴത്തെ മാപ്പിളാർ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാർ ഞങ്ങളാണ് എന്നാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു എന്ന് പറയാം. ബൂസൂരിക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. ബൂസൂരിയുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട മഹാനായ അബുൽ അബ്ബാസിൽ മുർസിയാണ് റളിയല്ലാഹു. അദ്ദേഹം ഔലിയാക്കന്മാരെ ലോകത്ത് വലിയ തൊയ്യാർ എന്ന് പേരെടുത്ത ആളാണ്. പറക്കുന്ന വലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അബുൽ അബ്ബാസിൽ മുർസി. ഉറക്കെ പറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വിലായത്തിൻ്റെ കമാലിയത്ത് കണ്ടിട്ടാണ് അബുൽ അബ്ബാസിൻ്റെ ഉസ്താദ് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ സ്വന്തം മകളെയാണ് കെട്ടിച്ചു കൊടുത്തത്. അങ്ങനെയൊക്കെയാണ് കാലങ്ങൾ. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ജനങ്ങളെ ഇത് മൗലിദ് യോഗമെന്ന് പറഞ്ഞാൽ നബിയെ തിരിയൂല. നബിയെ ഒരാൾക്കും തിരിയൂല. അബുൽ അർവാഹ് മുഹമ്മദാണ്, റൂഹുൽ അർവാഹ് മുഹമ്മദാണ്, മസ്ദഹുൽ ഈമാൻ മുഹമ്മദാണ്, മൽഹറുൽ ഈമാൻ മുഹമ്മദാണ്, മഖറുൽ ഈമാൻ മുഹമ്മദാണ്, മുഖ്തബസുൽ ഈമാൻ മുഹമ്മദാണ്, മർജിഉൽ ഈമാൻ മുഹമ്മദാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ മുഹമ്മദീയത്തിൻ്റെ മാളമാകുന്ന മദീനയിലേക്ക് അന്ത്യനാളിൽ ഈമാൻ മടങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കേന്ദ്രവും നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൻ്റെ കേന്ദ്രം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ മുഹമ്മദാണ്. ഒക്കെ പറ മുഹമ്മദ് മുഹമ്മദ്. അതിൻ്റെ അപ്പുറം ഇനി ഒന്നുമില്ല. അതിനപ്പുറം അല്ലാഹുവേ ഉള്ളൂ. അവൻ ഖാലിഖുമാണ്. അവൻ ഈ വകുപ്പിൽ പെടൂല. ഖൽഖിൻ്റെ വകുപ്പിൽ കേന്ദ്രം മുഹമ്മദാണ് സല്ലല്ലാഹു. കേന്ദ്രം എല്ലാത്തിൻ്റെയും കേന്ദ്രം മുഹമ്മദാണ്. അതാണ് അത്. ഖിബ്ലത്തുൽ അവാലിമി, ലോകങ്ങളുടെ മുഴുവനും ഖിബ്ല മുഹമ്മദാണ്. കഅബയല്ല. കഅബ മുസല്ലിയുടെ ഖിബ്ലയാണ്. കഅബ ത്വായിഫിന് തവാഫ് ചെയ്യുന്നവന് ഖിബ്ലയാണ്. പിന്നെയോ നിസ്കരിക്കുന്നവനും ഖിബ്ലയാണ്. അത്രയുള്ളൂ. ഇനി ആ കഅബ തന്നെയും ഖിബ്ലയായത് എന്തുകൊണ്ട്? ഖിബ്ലത്തുൽ അവാലിമായ മുഹമ്മദിന്റെ റിളവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലാണ് എന്നതുകൊണ്ടാണ് കഅബ ഖിബ്ലത്തുൽ ആമിലായത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തല്ലാഹ. സുബ്ഹാനല്ലാഹ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തല്ലാഹ ഫലനുവല്ലിയ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. فلنولينك قبلة ترضاها. അല്ലാഹ് എന്നല്ല, എനിക്കിഷ്ടമുള്ള ഖിബലയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു തരാം എന്നല്ല. നബിയെ, എനിക്കിഷ്ടമുള്ള ഖിബലയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു തരാം എന്നല്ല. എനിക്കിഷ്ടമുള്ള ഖിബലയിലേക്ക് നിങ്ങളെ ഞാൻ തിരിക്കുകയാണ് എന്നല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബലയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു തരാം എന്നാണ്. قد نرى
ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. എന്താണ് മുഹമ്മദിയത്തിന് ഈ ഖിബലയോട് ഇത്ര ഇഷ്ടം? അതിനൊരു കാരണമുണ്ട്. മുഹമ്മദിയത്തിനെ ഇവിടെ പ്രസവിപ്പിക്കാൻ വേണ്ടി മുഹമ്മദിയത്തിൻ്റെ ബാപ്പ ഇവിടെ ഒരു നേരം വെള്ളം കുടിക്കാതെ കാലിട്ടടിച്ചിട്ടുണ്ട് ഇസ്മായിൽ. ഇസ്മായിലിൻ്റെ ദാഹം, ഇസ്മായിലിന് ഒരു നേരം ദാഹിക്കുക എന്നാൽ പ്രപഞ്ചം മുഴുവനും അട്ടിമറിയുന്നതിനേക്കാൾ വേദനയുള്ളതാണ് ഇസ്മായിലിൻ്റെ ഒരു ദാഹം. എന്തുകൊണ്ട്? ഇസ്മായിൽ മുഹമ്മദിന്റെ ബാപ്പയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം മുഅ്മിനീങ്ങൾക്ക്, അല്ലാഹ്ക്ക് മുഅ്മിനീങ്ങൾക്ക് അപ്പുറത്ത് അത് ഇസ്ഹാഖിയാണ്. ഇസ്ഹാഖ് എളാപ്പ മാത്രമാണ്, ബാപ്പയല്ല. അവിടെയും പള്ളിയില്ലേ? പള്ളിയുണ്ട്. അതും പുതുക്കി പണിതിട്ടില്ലേ? പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ പുതുക്കി പണിതത് ആരാണ്? എളാപ്പ മാർഗത്തിലാണ് ദാവൂദ്. പിന്നെ എളാപ്പ മാർഗത്തിലുള്ള സുലൈമാനും അലൈഹിസ്സലാം. BC 998 മുതൽ BC 958 വരെയുള്ള കാലത്ത് ജെറൂസലേമിൽ ഭരണം നടത്തിയിരുന്നു സയ്യിദുനാ ദാവൂദ്. പിന്നെ BC 958 മുതൽ BC 923 വരെ ഭരണം നടത്തിയിരുന്നു മകൻ സുലൈമാൻ അലൈഹിസ്സലാം. ആ കാലഘട്ടത്തിലാണ് ഖുദ്സ് പുതുക്കി പണിതത്. ആ വഴി മുഹമ്മദിയത്തിൻ്റെ വഴിയല്ല, അത് എളാപ്പാടെ വഴിയാണ്. അതുകൊണ്ട് എളാപ്പാടെ കെട്ടിടത്തിലേക്ക്, എളാപ്പ പുതുക്കി പണിത കെട്ടിടത്തിലേക്ക് തിരിയാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു. പക്ഷെ ഇഷ്ടം ബാപ്പ കാലിട്ടടിച്ചതിൻ്റെ പരിസരത്ത് ബാപ്പയെ നിസ്കാരത്തിന് വേണ്ടി അവിടെ കൊണ്ടുപോയി ഇരുത്തിയതുമാണ് വല്യുപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയാണ് ബാപ്പാനെ അവിടെ കൊണ്ടുപോയി കിടത്തിയത് ഇസ്മായിലിനെ അലൈഹിസ്സലാം. ആര്? ബാപ്പാടെയും ബാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ തോൽപാത്രത്തിലെ വെള്ളം തീർന്നുപോയി. കാരക്കയും തീർന്നു, തോൽപാത്രത്തിലെ വെള്ളവും തീർന്നു. കുഞ്ഞുമോനാണ്, കാലിട്ടടിക്കുകയാണ്. കുഞ്ഞുമോന് കാലിട്ടടിച്ചുകൂടാ. എന്തുകൊണ്ട് ഈ കുഞ്ഞുമോൻ കാലിട്ടടിച്ചുകൂടാ? ഈ ആ കുഞ്ഞുമോനിൽ അല്ലാഹ് ഒരു നൂറ് കൊടുത്തിട്ടുണ്ട്. അതാണ് നൂറ് മുഹമ്മദ്. അത് നൂറുൽ അൻവാറാണ്. എല്ലാ നൂറുകളുടെയും നൂറാണ് മുഹമ്മദിയ നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ കെട്ടിടത്തിനെയും വിട്ട് അപ്പുറത്തേക്ക് തിരിയുമ്പോൾ മനസ്സിൽ ഒരു വേബധു, ഒരു നീറ്റല് മുഹമ്മദിയത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നിസ്കാരത്തിൽ പോലും സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ ജിബ്രീൽ എന്നോട് കഅബയിലേക്ക് തിരിയാൻ കൽപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്നിങ്ങനെ മുകളിലേക്ക് നോക്കുമായിരുന്നു സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് ഇന്ന് മദീനയിലുള്ള പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കവേ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കവേ സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ അത വരുന്നു ആകാശത്തെ ഏറ്റവും വലിയ മഹാമധ്യവർത്തിയായ സയ്യിദുനാ ജിബ്രീൽ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ സയ്യിദുനാ ജിബ്രീൽ, മലായികത്തിന്റെ രാജകുമാരനായ സയ്യിദുനാ ജിബ്രീൽ ഖൽഖിന്റെയും രാജാവിന്റെ അടുത്തേക്ക് വരാൻ അല്ലാഹു നിയോഗിച്ച സയ്യിദുനാ ജിബ്രീൽ. ഇങ്ങനെ അപ്പൊരു സന്തോഷം. അപ്പൊ അല്ലാഹ് പറഞ്ഞതാണ് എന്ത്? ഇനി വേണ്ട. ഉടനെ തിരിഞ്ഞു. ഉടനെ കാരണം നബിക്ക് ഇഷ്ടമെന്താ? ബാപ്പ പടുത്തുയർത്തിയ
വല്യാപ്പ പടുത്തുയർത്തിയ പാപ്പ കാലിട്ടടിച്ച അതിൻ്റെ കരയിലാണ് അവിടുന്ന് ഹജറുൽ അസ്വദിൽ നിന്ന് 18 മീറ്റർ വണ്ണിടത്താണ് ബാപ്പ കാലിട്ടടിച്ചത്. അവിടെയാണ് അക്ഷരമായ ഉറവയുള്ളത്. പിന്നീട് അതാണ് തോണ്ടിയെടുത്തത് സ്വന്തം വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ്. ഇന്നും അതിൻ്റെ അവകാശികൾ സയ്യിദന്മാരാണ്. സയ്യിദന്മാർക്കല്ലാതെ സംസമിൽ യഥാർത്ഥ അവകാശം ഇല്ല. സയ്യിദന്മാരാണ് സംസമിന്റെ യഥാർത്ഥ അധികാരികൾ. അവരാണ്. അത് അവരുടെ വല്ലിപ്പ കൊടുത്തതാണ്. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും ചേർക്കട്ടെ. മനസ്സ് തുറന്ന ആമീൻ പറ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. അപ്പൊ അതാണ് ഈ ഖിബ്ലത്തുൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ ഖിബ്ലയായ പരിശുദ്ധ കഅബ ഖിബ്ലയായത് എന്തുകൊണ്ട്? ഖിബ്ലത്തുൽ അർവാഹായ മുഹമ്മദ്, ഖിബ്ലത്തുൽ വുജൂദായ മുഹമ്മദ്, ഖിബ്ലത്തുൽ ശുഹൂദായ മുഹമ്മദ്, ഖിബ്ലത്തുൽ ജമാലായ മുഹമ്മദ്, അൽ ജമാലുൽ ഇലാഹി, ഇലാഹിയായ ജമാലിന്റെ ഖിബ്ലയാണ് മുഹമ്മദ്. ബുശ്റാ ലിമൻ അശിഖു ജമാല മുഹമ്മദീനാലുൽ ഖബൂല മിനൽ വലിയിൽ വാലി. اللهم اجعلنا منهم 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 اللهم اجعلنا منهم. അല്ലാഹുവിന്റെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഖിബ്ല മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മർമ്മം. ഈ മർമ്മം തിരിയാത്തവന് ദീന് തിരിയൂല. അല്ലാഹു കാക്കട്ടെ. ആ മർമ്മം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമ്മൾ ജൂതന്മാർക്ക് അടിമയായി നിൽക്കുന്നത്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ജൂതന്മാർ അടിമയാവൂല. ഈ കൊല്ലം എത്ര തവണയാണ് ചങ്ങാതി ജൂതന്മാർ നമ്മെ കളിയാക്കിയത്? ഇങ്ങനെയാണോ നമ്മൾ? ഇങ്ങനെയാണോ മുസ്ലിം? റോമിലേക്ക് ഞാനൊരു പടയക്കും. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം. റോമിൽ ഒന്നും വേണ്ട. റോം ഞങ്ങൾ പിടിച്ചടക്കൊന്നുമില്ല. പക്ഷേ റോമിലേക്ക് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം. ഒന്നും വേണ്ട. ഞങ്ങളെ കയ്യിലുള്ള നേര് ഞങ്ങൾ അവിടെ ഒന്ന് പറയാൻ സ്വാതന്ത്ര്യം വേണം റോമൻ രാജ്യങ്ങളിൽ. അപ്പോൾ റോമൻ രാജാവ് അതിന് സമ്മതമില്ല എന്ന് പറഞ്ഞറിയിച്ചു ഉമർ ബിൻ ഖത്താബിനോട്. വീണ്ടും അയച്ചു. ഒന്നും ചെയ്യൂല, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിലൊരു വെളിച്ചമുണ്ട്, അത് ഒന്ന് അവിടെ പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് സ്വാതന്ത്ര്യമായി വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. എന്നാലും അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. വെളിച്ചമുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണം. റോമൻ രാജാവ് പിന്നെയും പറഞ്ഞു നടക്കൂല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, എന്നാൽ എനിക്കൊരു പടയെ റോമൻ രാജ്യങ്ങളിലേക്ക് അയക്കേണ്ടി വരും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള കൊടിയേക്കാൾ എന്റെ പടക്ക് മരിക്കാനാണ് കൊടിയൻ ഉമർ ബിൻ ഖത്താബ്. അതിനാണ് മുസ്ലിം എന്ന് പറയാ. അവരാണ് മുസ്ലിം. നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര കൊടിയുണ്ടോ അതിനേക്കാൾ എൻ്റെ പട്ടാളക്കാർക്ക് പറ. മനസ്സിലായില്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര കൊടിയുണ്ടോ അതിനേക്കാൾ എൻ്റെ പട്ടാളക്കാർക്ക് മരിക്കാനാണ് കൊടി എന്ന് ഉമർ ബിൻ ഖത്താബ്. സുബ്ഹാനല്ലാഹ്. അവരാ ജനതയുടെ പിൻഗാമികൾ എന്തുകൊണ്ട് ഈ തമ്മാടികളായ ആളുകൾ ജൂതന്മാരുടെ കീഴിൽ പേടിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ട്? അവർക്ക് മുഹമ്മദിയത്തിന്റെ അളമത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലാഹു കാക്കട്ടെ. അതിലേക്ക് തിരിച്ചു വരണം. ഇനി ഇവരും ജൂതന്മാരെ മര്യാദ പഠിപ്പിക്കൂലേ? പഠിപ്പിക്കൂടൂ. ആര് പഠിപ്പിക്കും? മുഹമ്മദിയത്തിന്റെ അളമത്ത് അറിയുന്ന കുട്ടികൾ വരുന്നുണ്ട്. അവർ വരും. മുഹമ്മദിയത്തിന് അളമത്തറിയുന്ന മക്കൾ വരുന്നുണ്ട്. അവർ വരും. അവർ വരാൻ അടുത്തിട്ടുണ്ട്. അവർ വരും. അവർ വന്നേ തീരൂ. അവരിങ്ങനെ ചെറിയ കൈത്തിരിയും കൊണ്ടുവരും. അത് പിന്നെ ഭൂഗോളത്തെ വലിയ പ്രകാശമായി അവർ പരത്തുകയും ചെയ്യും. അവർ വന്നാൽ പിന്നെ ജൂതനെ അണങ്ങാൻ കഴിയുകയില്ല. അവർ വരാനായി. ജൂതന്റെ അവസാനത്തെ കളിയാണിപ്പോൾ. പക്ഷെ നിലവിലുള്ള മുസ്ലിം നേതൃത്വത്തിന് ഇത്
പരിഹാരമുണ്ടാക്കാൻ കഴിയൂല. അവർക്ക് മുഹമ്മദിയത്തിന്റെ അളമത്ത് അറിയുകയില്ല. മുഹമ്മദിയത്തിന്റെ അളമത്ത് അറിയാത്തവർക്ക് അള്ളാഹുവിന്റെ സഹായവും ഇല്ല. എന്തുകൊണ്ട് ബദറിൽ ജയിച്ചു, എന്തുകൊണ്ട് ഉഹദിൽ തോറ്റു? മുഹമ്മദിയത്തിന്റെ അമ്രിന്റെ അളമത്ത് അമ്പെയ്ത്തുകാർക്ക് മനസ്സിലായില്ല. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? മുഹമ്മദിയത്തിന്റെ കൽപ്പനയുടെ അളമത്ത് അമ്പെയ്ത്തുകാർക്ക് അറിഞ്ഞില്ല. സത്യത്തിൽ ഇവരല്ലേ ജയിക്കേണ്ടത്? ബദറിൽ ഇവർ 300 ചില്ലാനമാണെങ്കിൽ ഉഹദിൽ ഇവർ 1000-ഓളമാണ്. എന്നിട്ടും തോറ്റു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. മനുഷ്യന്മാരെ ചിന്തിച്ചോളൂ, ഇത് തമാശയല്ല. മുഹമ്മദിയത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഇരിക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. ചിന്തിക്ക്. إذا قال في الخمس المؤذن أشهد. ബാങ്ക് കൊടുക്കുന്നവൻ 5 വക്തിലും അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് അള്ളാഹിൻ്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു നബിയുടെ കാലത്തും ഇല്ല. അവർക്കൊക്കെ നിസ്കാരമുണ്ട്, ബാങ്കില്ല. എന്തുകൊണ്ട്? അവരുടെ പേരും ഇപ്രകാരം വിളിച്ചു പറയൽ അള്ളാഹ്ക്ക് ഉദ്ദേശമില്ല. ആദമിന് നിസ്കാരമുണ്ട് അലൈഹിസ്സലാം, പക്ഷെ ബാങ്കില്ല. നൂഹിന് നിസ്കാരമുണ്ട് അലൈഹിസ്സലാം, ബാങ്കില്ല. ഷീത്തിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഹൂദിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. സ്വാലിഹിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം ബാങ്കുണ്ട്, നിസ്കാരമുണ്ട്, ബാങ്കില്ല. റബ്ബി ജഅൽനി മുഖീമസ്സലാ. ഇസ്മായിൽ നിസ്കാരമുണ്ട്, ബാങ്കില്ല. നിസ്കരിക്കാനാണല്ലോ അവിടെ കൊണ്ടയാക്കിയത് ഇസ്മായിലിനെ അലൈഹിസ്സലാം. ചിന്തിക്ക്. മൂസ وأوحينا إلى موسى وأخيه وأن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة. സയ്യിദുനാ മൂസ നിസ്കാരമുണ്ട്, ബാങ്കില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമത്തോട് ഒരു നാമം ചേർത്ത് ഇങ്ങനെ വിളിച്ച് പറയൽ വേറൊരു അബ്ദിൽ അള്ളാഹ്ക്ക് താല്പര്യമില്ല. ഈ വരി ചൊല്ലിയത് ഹസ്സാനാണ്. ഒന്ന് റളിയല്ലാഹു അൻഹു പറയുന്നു, മുതലാളിമാരെ, മഹാനായ സയ്യിദുനാ ഹസ്സാൻ ആണിത് ചൊല്ലിയത്. അപ്പോൾ തൊട്ട് മുന്നിൽ ഇരിക്കുന്നുണ്ട് പുണ്യ റസൂലുള്ളാഹ്. നബി പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ ചൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ടില്ല കുഞ്ഞുമോനെ. എന്തുകൊണ്ട്? മുഹമ്മദിയ അളമത്ത് മനസ്സിലാകാതെ ഈമാനില്ല. മരണം വരെ ഹസ്സാന്റെ ഒരു പല്ല് കൊഴിഞ്ഞു വീണിട്ടില്ല. വൃദ്ധനായി മരിച്ചു ഹസ്സാൻ, ഒരു പല്ല് കൊഴിഞ്ഞു വീണില്ല. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഹബീബിനെ പറ്റി ഏറ്റവും കൂടുതൽ പാട്ട് പാടിയ ആൾ സയ്യിദുനാ ഹസ്സാനാണ്. കറാമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരാഗ പാട്ടുകളുടെ കറാമത്ത്. സുബ്ഹാനല്ലാഹ്. അതിനപ്പുറം എനിക്ക് അതിൽ പറയാൻ കഴിയും, ഇപ്പൊ പറയുന്നില്ല. തൊട്ട് മുന്നിൽ ഈ ബൈത്ത് റസൂലുള്ള ഹസ്സാൻ ചൊല്ലുമ്പോൾ തൊട്ട് മുന്നിൽ നബി ഇരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടി, ചിരിച്ചുകൊണ്ട് അങ്ങനെ, ഇന്നെപ്പറ്റി പറയണ്ടെന്ന് പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് അങ്ങനെ തലയാട്ടി. അപ്പോഴും ചിരിച്ചു പുണ്യ റസൂൽ. അള്ളാന്റെ
പേരിന്റെ ഒരു ഭാഗം ഈ മനുഷ്യന് കൊടുത്തില്ലേ? ഫദുൽ അർശി മഹ്മൂദുൻ, അവൻ അർശിന്റെ അധിപതി മഹ്മൂദാണെങ്കിൽ വഹാദാ മുഹമ്മദു, എന്റെ മുന്നിലുള്ള ഇയാള് മുഹമ്മദ് അല്ലേ? അവൻ മഹ്മൂദാണെങ്കിൽ ഇത് മുഹമ്മദ് അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ചിരിച്ചു പുണ്യ റസൂല്. മദീനയിലെ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പുണ്യ റസൂൽ ഹസ്സാനോട് പറഞ്ഞു, പൊന്നു മോനെ, റഅയ്തു ജിബ്രീല അൻ യമീനിക വമീകായില അൻ ശിമാലിക, പുഞ്ചിരിച്ചുകൊണ്ട് ജിബ്രീൽ വലഭാഗത്തും ഇടഭാഗത്തും മീകായിലും നീ എന്നെ ഫഅൻത തുഫാഖിറു അന്നി ഫഅൻത തുനാഫിഉനി, നീ എന്നെ അലങ്കരിച്ച് ബൈത്ത് ചൊല്ലിയ, എന്നെ പറ്റി പ്രൗഢമായി ഈണത്തിൽ ബൈത്ത് ചൊല്ലിയ നേരത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ജിബ്രീൽ വലഭാഗത്തും ഇടഭാഗത്ത് മീകായിൽ പുഞ്ചിരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതാണ് സിറുൽ വജൂദ്. ഇത് തിരിയാത്ത കാലത്തോളം കമാലിയത്തുണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. വിലായത്തുണ്ടാവില്ല. ഒരു വിലായത്തുണ്ടാവില്ല. ഒരു വിലായത്തുണ്ടാവില്ല. ഒരു വിലായത്തുണ്ടാവില്ല. കേരളത്തിൽ എത്ര സംഘടന ഉണ്ട്? സുന്നികളിലല്ലാതെ ആരില്ലാടാ ഒരു വലിയുള്ളത്? സുന്നികളിൽ ഔലിയാക്കന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയാക്കന്മാരുണ്ട്. നാളെ നടക്കുന്ന കാര്യം ഇന്ന് പറയാൻ കഴിയുന്ന ആൺകുട്ടികൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അതല്ല ചങ്ങാതി സമ്രത്തു ദീൻ. ദീനിനൊരു ഫലം വേണ്ടേ? ദീനിന് ഫലം വേണ്ടേ? ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളെ കൂടെ ആൺകുട്ടികളുണ്ട്. നാളെ നടക്കുന്ന കാര്യം ഒരു കെണിയും വെക്കണ്ട. നാളെ നടക്കുന്ന കാര്യം ഇന്ന് പറയാൻ കഴിയുന്നവർ ഉണ്ട്. ഒരൊറ്റ വെള്ളം മന്ത്രിച്ചൂടിയാൽ ഏത് രോഗവും മാറ്റും. എന്ത് ശിഫയും ഏത് രോഗത്തിനും ശിഫ കൊടുക്കാൻ മാത്രം അല്ലാഹു തആല തൗഫീഖ് നൽകിയ ആൺകുട്ടികളുണ്ട്. എത്രയോ ഉണ്ട്. പിന്നെ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മശീഅത്ത് അങ്ങനെയായിരിക്കും. അവർ മരിക്കലായിരിക്കും, തീരം മാറാതിരിക്കലായിരിക്കും. അതെന്തും അങ്ങനെ തന്നെയല്ലേ. ഏത് രോഗം മെഡിക്കൽ കോളേജിൽ കടന്ന രോഗം മാറുന്നുണ്ടോ? നാം നിശ്ചയിക്കപ്പെട്ട മരുന്ന് അല്ലേ അതിന്? അല്ലാഹുവിന്റെ മശീഅത്ത് കൂടി വേണം. എന്നാൽ ഉണ്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് 2 ആഴ്ച ഒരു മരുന്നും കുടിച്ചില്ല. ഒരു മഹാന്റെ അടുത്ത് പോയി. അപ്പോൾ മഹാൻ ഇന്നാലിന്നത് ചെയ്തോന്ന് പറഞ്ഞു. ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞു. സംഭവമില്ല. എത്ര ആളുകളുണ്ട്. ഇതല്ലേ തമ്രത്തുദ്ദീൻ? അതല്ലേ ഒരു ഫലം വേണ്ടേ? ദീനിന് ഒരു ഫലം വേണ്ടേ? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ മൻ അമില സാലിഹൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. അത് ഈ ലോകത്ത് കിട്ടേണ്ടതല്ലേ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് വെള്ളപ്പാണ്ട് മാറ്റിയ ആളുകൾ കേരളത്തിൽ എനിക്കറിയാം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട്? അതാണ് അല്ലാത്തൊരു വിഭാഗത്തിൽ വിലായത്ത് ഉണ്ടാവുകയില്ല. ഇതൊരു ജാതുവല്ല, ഇതൊരു കവടി നിരത്തലല്ല, ഇതൊരു ജാതുവല്ല. 10,000-കണക്കായ ആളുകൾക്ക് രോഗം വേണ്ട എന്ന് പറഞ്ഞ് രോഗം മാറ്റിയ ഒരു മനുഷ്യൻ മടവൂര് മഖാമിൽ കിടക്കുന്നുണ്ട്. മുഹമ്മദിയത്തിന്റെ ജമാലിയത്ത് വെളിപ്പെടുത്തിയ രാജകുമാരൻ അബൂബക്കർ വലിയുള്ളാഹ്, സിഎം വലിയുള്ളാഹ്. അത് മുഹമ്മദിയത്തിന്റെ ജമാലിയത്ത് വെളിപ്പെടുത്തിയ ആളാണ്. 10,000-കണക്കിന് ആളുകൾക്ക് രോഗം മാറ്റി. ഒരു മരുന്നുമില്ല. ഇനി ആ രോഗം വേണ്ട കേട്ടോ, ആ രോഗം വേണ്ട. എൻ്റെ മൂത്താപ്പാടെ മകൾക്ക് തീരാത്ത ഒരു തലവേദന ഉണ്ടായിരുന്നു. ബാപ്പ, എൻ്റെ ഉപ്പ ഈ കൊല്ലം കൂലിത്തൊഴിലാളിയായിരുന്നു. തൊഴിലിനിടയിൽ മരണപ്പെട്ടു. പിന്നെ കുടുംബം ആയിരുന്നു പോറ്റിയിരുന്നത്. കരശലായ തലവേദന, സുജൂദ് കിടക്കാൻ പോലും കഴിയില്ല. ബാപ്പ സിഎമ്മിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സിഎം പറഞ്ഞു, ഇനി അത് വേണ്ട, പോയിക്കോളും, ഇനിയില്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഇല്ല. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു 30 കൊല്ലമായി. എന്നത് മുഹമ്മദിയത്തിന്റെ ജമാലാണ്. സല്ലല്ലാഹു പുണ്യ റസൂൽ
ഉറക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ചിന്തിക്കണം കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് മുഹമ്മദിയത്തിൻ്റെ ജമാലാണ്, മുഹമ്മദിയത്തിൻ്റെ ജമാലാണ്. അതുമ്മ തന്നെ കൂടിക്കോളി. എന്നാ നിസ്കാരത്തിൽ ആനന്ദം ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചല്ലോ, സിദ്ദീഖിനോട് നബി ചോദിച്ചല്ലോ, സിദ്ദീഖ് നിനക്ക് എന്താ സിദ്ദീഖ് നിനക്ക് ഇഷ്ടം, ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ സിദ്ദീഖ്? നിനക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ് സിദ്ദീഖ്? അപ്പോൾ പറഞ്ഞു ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാൻ സിദ്ദീഖുൽ അക്ബർ. അല്ലാഹു നമുക്ക് പറ ആരോട്? അപ്പൊ സിദ്ദീഖ് പറയാ നിങ്ങളാം മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കന്നെ, അതാണ് എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ സിദ്ദീഖ് യാ പഠിച്ചവനെ. എന്നിട്ട് ഈ ജനങ്ങൾ എൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കലാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് കൂലി ഉറപ്പാണ്. എൻ്റെ ലക്ഷ്യം ഹബീബിൻ്റെ അഴക് പറയലാണ്. സൊല്ലേ എന്താ ലഖജാക്കുന്നത് അത് ഞാൻ കാരണം അത് പറയണമെങ്കിൽ എനിക്ക് ഒരു മാസം മുമ്പെങ്കിലും അതിനൊരു അമല് ചെയ്ത് തീർക്കേണ്ടതുണ്ട്, അല്ലാതെ അത് പറയാൻ പറ്റൂല. ഞാൻ അറിയാതെയാണ് ഈ വിഷയങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അല്പഭാഗം പറയും, അത് പറയൂല. അതിൻ്റെ അസ്റാറുകൾ പറയൂല. അതിൻ്റെ ഫായിദകൾ ചിലത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒക്കെ അതബോട് കൂടി ചെയ്യണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? ലഖദ് ജാഅക്കും എന്നതിൻ്റെ ഫളായിൽ ഒരു മാസം പറയാനും അള്ളാഹിൻ്റെ സഹായത്താൽ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ അതിന് കുറച്ച് നേരത്തെ ഒരുങ്ങണം. അതിന് എനിക്ക് അമൽ ചെയ്ത് ചില അമലുകൾ തീർക്കേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അത് മുത്തുനബിയെ പറ്റിയുള്ള, അത് ഇസ്ലാമിൽപ്പെട്ട ആയത്തേ അല്ല, ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആയത്താണത്. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? അത് ഇസ്ലാമിൽപ്പെട്ട ആയത്തല്ല, ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആയത്താണ്. അങ്ങനെ ഒരു ആയത്തുണ്ടോ മുസ്ലിയാരെ? ഉണ്ടടാ. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-നാണ്. ഇത് പിന്നെയും ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം പൂർത്തിയായിട്ട് പുറത്തിറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ഇത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ പെടൂല, ഇസ്ലാമിൻ്റെ പുറത്താവുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ തടി കൊണ്ടുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ തല കൊണ്ടുണ്ടാകണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല ഇല്ല, മനസ്സിലായിട്ടില്ല. ഇസ്ലാം പൂർത്തിയാതെന്നാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദുൽഹജ്ജ് 9-ന് ബഹുമാനപ്പെട്ട ജബലുർ റഹ്മയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടേക്ക് വന്നു. സയ്യിദുനാ ജിബ്രീൽ ആയത്തും കൊണ്ട് വന്നു. സയ്യിദുനാ ജിബ്രീൽ എനിക്കുണ്ട് ആയത്തും കൊണ്ട് വന്നു. സയ്യിദുനാ ജിബ്രീൽ ഇസ്ലാം പൂർത്തിയായി ഇല്ലേ? പറയേ, നിങ്ങളൊന്ന് പറയേ. പൂർത്തിയായില്ലേ? പൂർത്തിയായില്ലേ? പൂർത്തിയായി എന്നല്ല പറഞ്ഞിട്ട് പിന്നെ പൂർത്തിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അല്ല, അതിന് റേഞ്ച് യോഗം കൂടണോ പൂർത്തിയായോ എന്ന് അറിയാൻ? പറയും മനുഷ്യന്മാര്. പൂർത്തിയായില്ലേ? പൂർത്തിയായി. അല്യോമ അക്മൽ പൂർത്തിയായി കഴിഞ്ഞു. ഇസ്ലാം പൂർത്തിയായി. പിന്നെയാണ് കുട്ടിയായി ആയറ്റിറങ്ങിയത്, മുഹറത്തിൽ ഇറങ്ങിയ ആയറ്റ. ഏത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്ത് ഞാൻ കരുതി കൂട്ടി വ്യാഖ്യാനിക്കണമെങ്കിൽ മുത്ത് റസൂലുള്ളാഹിയുടെ സമ്മതം കിട്ടാതെ ചെയ്യുകയില്ല. അതിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. എല്ലാം കൂടെ കുട്ടികളുടെ ചെറുപ്പക്കാരെ എല്ലാം കൂടെ ഒരുപോലെയാണ് എന്ന് വിചാരിക്കണ്ട. എല്ലാം ഒരുപോലെയാണ് എന്ന് വിചാരിക്കണ്ട. തെങ്ങിനും കവിങ്ങിനും ഒരു തളപ്പാണ് എന്ന് വിചാരിക്കണ്ട. ഞാൻ ഏതായാലും അങ്ങനെ വിചാരിക്കുകയില്ല. നിങ്ങളെ മുന്നിൽ ഞാൻ ഇരിക്കാനുള്ള കാരണം ഈ മുഹമ്മദിയത്തിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ജമാലിയത്ത് എനിക്ക് പറയാൻ എൻ്റെ റബ്ബ് തൗഫീഖ് തന്നതാണ്. ഈ നൂറ് എന്നിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിനെ എനിക്ക് പേടിയാണ്.
അതുകൊണ്ട് ഞാൻ എൻ്റെ ഹബീബിൻ്റെ ഒരു ആയത്ത് ഓടണമെങ്കിൽ ആ ആയത്ത് സിറുൽ ഖുർആൻ, ഖുർആന്റെ രഹസ്യമാണ്. ഏതായത്ത്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അതിൻ്റെ ചില ഫലങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വാതിൽ തുറക്കൂല. വാതിൽ തുറക്കണമെങ്കിൽ അത് മാത്രം പണിയെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. അത് ഞാൻ തുറക്കണമെങ്കിൽ അതിന് മുമ്പ് അതിന് കുറച്ച് പണിയെടുക്കണം. എന്ത് പണിയെന്ന് പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ആ ആയത്തുമായി കുറച്ച് പണിയെടുത്ത് അള്ളാഹിൻ്റെ ഒരു തൗഫീഖിന് വേണ്ടി ആ എടുക്കേണ്ട പണിയെടുത്ത് ഉസ്താദുമാരിൽ നിന്ന് പ്രത്യേക സമ്മതം വാങ്ങി അതിന് ശേഷം ആ ആയത്ത് വിശദീകരിക്കുള്ളൂ. അത് ഖുർആന്റെ രഹസ്യമാണ്. ഏത്? ലഖദ് ജാഅക്കും. ഞങ്ങൾക്ക് ചില ഫലങ്ങൾ പറഞ്ഞുതരാം. എന്താ ഫലങ്ങൾ? ഒന്ന്, നിങ്ങൾ ഓതിക്കോളി എപ്പോഴും. അത് യസൂലുൽ ഹിജാബു ബൈനഹു വബൈന റബ്ബിഹി. അതോടുന്നവന്റെയും റബ്ബിന്റെയും ഇടയിൽ മറ നീങ്ങി കിട്ടും. ഫലാ യഹൂലു ബൈനഹു വബൈന റബ്ബിഹി ശൈത്താൻ. റബ്ബിന് പിന്നെ ഇത് എപ്പോഴും ഓടുന്ന മനുഷ്യന്റെ മുന്നിലും അല്ലാഹുവിന്റെയും ഇടയിൽ മറയിടാൻ പിശാചിന് കഴിയുകയില്ല. തൗഫീഖ് തരട്ടെ. എപ്പോഴും ഞാൻ ഈ വാഴ തുടങ്ങിയപ്പോ ഓതിയില്ലേ? പറ, ഓതിയില്ലേ? ഏത് വാഴ തുടങ്ങാൻ ഓടും, എപ്പോഴും ഓടും. പോകുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഓതിക്കളി ഓടുകോളും. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. നിർത്തണ്ട, അങ്ങനെ ഓട് തന്നെ. ഇതിന്റെ ഫളായിലില്ലാത്ത അസ്വാദ് എണ്ണി തീർക്കാൻ കഴിയുകയില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ഫളായിലുള്ള ആയത്താണ് ലഖദ് ജാഅക്കും. അതിൽ ഇസ്മുൽ അഅലമുണ്ട് എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ ഉമ്മത്ത് കണ്ട മുഹദ്ദിസും ഈ ഉമ്മത്ത് കണ്ട ഫഖീഹുമായ ഹിജ്റ 871 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത ആശിഖുർ റസൂൽ മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ മൻഖൂസ് മൗലൂദിന്റെ ആദ്യത്തെ ഹദീസ് തന്നെ ഖാല അല്ലാഹു തആല ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മൻഖൂസ് മൗലൂദ് പാനൂരിൽ ദർസ് നടത്തിയിരുന്നു അത്രേ മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അഥവാ കണ്ണിയത്തിന്റെ ഉസ്താദ്. അവർ ആ ദർസിനിടയിൽ പറഞ്ഞു അത്രേ ഈ ആയത്തിൽ ഇസ്മുൽ അഅലമുണ്ടത് കൊണ്ടാണ് മഖ്ദൂം ഇത് ഒന്നാമത്തെ ഹദീസിൽ തന്നെ രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട്? എത്ര തിരക്കിട്ട് ഒരു ഹദീസ് ഓടിപ്പോകുന്നവനും അള്ളാഹുവിന്റെ റിളവാൻ കിട്ടാതിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ആ ആയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇസ്മുൽ അഅലമുണ്ട്. ഖുത്ബി തങ്ങൾ പറഞ്ഞു. ഇത് ഖുത്ബി തങ്ങൾ പറഞ്ഞു. ഖുത്ബിയുടെ പേരക്കുട്ടി തന്നെയാണ് DS ഇബ്രാഹിം മുസ്ലിയാർ എന്നോട് പറഞ്ഞത്. ഇത് DS എന്നോട് പറഞ്ഞത്. സനദ് മുത്തസില. ഇത് TS എന്നോട് പറഞ്ഞത്. TS നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ ജില്ലക്കാരനല്ലേ? പിന്നെന്താ? ഇത് TS ആണ്. TS എന്നോട് പറഞ്ഞത്. ഇതിൽ ഇസ്മുൽ അഅലമുണ്ട് എന്ന് ഖുത്ബി ഓർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ആരാ ഖുത്ബി? കണ്ണിയത്തിന്റെ ഉസ്താദ്. ആരാ കണ്ണിയത്ത്? ശംസുൽ ഉസ്താദ്. ആരവരൊക്കെ 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ലോകം കണ്ട മഹാന്മാര്. അല്ലാഹു തആല അവരെ വഴിയിൽ നമ്മളാക്കി തരട്ടെ. എന്താ ഞാൻ അതിനപ്പുറം എന്താ പറയുള്ളത്? മനസ്സിലായില്ലേ പറഞ്ഞത്? മൻഖൂസ് മൗലൂദിന്റെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഉണ്ട്. ഏതായത്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും
അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഉസ്താദ് ഇന്നലെ എന്നോട് പറഞ്ഞു, ഒരു ഹിഫ്ള് കോളേജ് നടത്തുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, കുട്ടികൾ വളരെ ഉഷാറായി പഠിക്കുന്നു, സ്ഥാപനം ഭംഗിയായി പോകുന്നു, എവിടുന്നാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് അറിയില്ല, എനിക്കെപ്പോഴും ഈ ആയത്തോടണം. അതുകൊണ്ട് മനസ്സിലായില്ല, ഈ ആയത്തോടും ആ ഉസ്താദ് ഒരു ഹിഫ്ള് കോളേജിൻ്റെ എല്ലാമായ ഉസ്താദ് വായിലെപ്പോഴും ഇങ്ങനെ വരും, എന്ത് ലഖദ് ജാഅക്കും. കുട്ടികൾക്ക് വലിയ ബുദ്ധി, വലിയ കഴിവുള്ള കുട്ടികൾ ഭയങ്കര ഉഷാറായി. എൻ്റെ ഉസ്താദിന് നേരം വെളുത്താൽ മൊബൈലിൽ മറ്റേ യൂട്യൂബ് നോക്കുന്ന പണിയല്ല, ഇരുന്നാലും നടന്നാലും കിടന്നാലും എന്തോടും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് ഓതിപ്പോകുന്ന ആളുകൾക്ക് ഒരു അദദുണ്ട്. ആ അദദ് പൂർത്തിയാൽ വെടിയേൽക്കൂലാന്ന് പോലും അതിൻ്റെ ഫളായിലുണ്ട്. വെടിവെച്ച കൊള്ളൂല. ഒരു അദദ് പൂർത്തിയാക്കിയാൽ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വെട്ടിയാൽ വെട്ടുള്ളൂല, ഒക്കെ അതിൻ്റെ ഫളായിലുണ്ട്. കുറച്ചൊന്നല്ല അതിൻ്റെ ഫളായിൽ. ശത്രു വെട്ടിയാൽ വെട്ട് തടിമൽ കേൾക്കൂല, അതിൻ്റെ അദദ് പൂർത്തിയാക്കാണ്ട്. എന്തൊരു അത്ഭുതമാണിത്! നിങ്ങളൊന്നും വിചാരിക്കേണ്ട ജനങ്ങളെ, എല്ലാം കൂടെ തമാശയാക്കണ്ട. തൊട്ട് കളിക്കാൻ പേടിയാണ്, ചില കാര്യത്തിന്മേൽ തൊടുമ്പ പേടിയാണ്. ഇത് ഖുർആന്റെ രഹസ്യമാണിത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആള് മൂർത്താബിൽ പൊരേന്ന് പുറത്തിറങ്ങുന്ന നേരത്തെ ഒരാള് ഇതാ തൻ്റെ കൈ ഇങ്ങനെ വലത്തെ കൈ മൂർത്താവിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വട്ടമെങ്കിലും ഓതിയാൽ ആ യാത്രയിൽ അവൻ മരിക്കുകയില്ല. മനസ്സിലായില്ലേ? പൊരേന്നിറങ്ങുന്ന നേരത്തെ യാത്ര പോവാ. പൊരേന്നിറങ്ങുമ്പോ വലത്തെ കൈയിൽ വലത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യാ പറേ മൂർത്താവിൽ ഇങ്ങനെ ഒന്നിങ്ങനെ വെക്കുക, എന്നിട്ട് ഒറ്റ വിട്ടുക. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഒരു കപ്പൽ പുറപ്പെടുന്ന നേരത്തെ യാത്രയാക്കുന്നവരോ കപ്പിത്താനോ ഒരു വട്ടം ഈ ആയത്തോടിയാൽ ഫലാ തുഗ്റഖൂ, കടലില്ല, കപ്പൽ മുക്കപ്പെടുകയില്ല. കപ്പൽ കടലൊങ്ങൂല. ബിബറക്കത്തി ഹാത്തൈനി ആയത്തൈനി ഒറ്റോടിയാ മതി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ്. അറ്റമില്ലാത്ത ഫളലാണ്, അറ്റമില്ല. ഒരാളൊരു ഒരു കാര്യത്തെ ഒരു ഹൈറ് തേടിപ്പോയ ഒരാൾ ഒരു തൊഴിലിന് പോയി, ഒരു കച്ചവടത്തിന് പോകുന്നു, ഒരു ഹൈറ് തേടിപ്പോകുന്ന ഒരാൾ ഒരാൾ യാത്രക്കിടയിൽ ഒരു ഹൈറ് തേടിപ്പോകുന്ന ആൾ യാത്രക്കിടയിൽ 50 തവണ ഈ ആയത്തോടിയാൽ ഖൈറും കൊണ്ടല്ലാതെ തിരിച്ചു വരികയില്ല. ഒരു കച്ചവടത്തിന് പോവാണ്, ഒരു പണിക്ക് പോവാണ്, ദുബായി പോവാണ്, മനസ്സിലാവില്ല പറഞ്ഞത്. എന്തെങ്കിലും ഹൈറ് തേടി പോകുന്നവരാൾ കച്ചവടത്തിന് പോകുന്നു, ഒരു ഏർപ്പാടിന് പോകുന്നു. പോകുന്ന ഒരാൾ അവൻ്റെ 50 വട്ടമെങ്കിലും
യാത്രയിൽ ഈ ആയത്തോടിയാൽ ഫലാ യർജിഉ ഇല്ലാ ബിഖൈറിൻ, ഖൈറും കൊണ്ടല്ലാതെ തിരിച്ചു മടങ്ങുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ തലാ ഹതൈനിൽ ആയതൈനി ബഅദ സ്വലാത്തി സുബ്ഹി മഹത്താ മർറ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടമെങ്കിലും ഓടൽ പതിവാക്കിയാൽ ഫലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഇരിപ്പിടം കാണാതെ അയാൾ മരിക്കുകയില്ല. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന് ഒറ്റോട്ട് ഓടുക. അല്ലാഹു മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വല്ല പണിയുണ്ടോ അപ്പം ഇതിനൊക്കെ? എന്ന് ഓടുക, ഒരു വട്ടമെങ്കിലും ഓടുക. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു വട്ടം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് ഒരു വട്ടമെങ്കിലും ഓതിയാൽ ഫലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ ബോധ്യപ്പെട്ടിട്ടല്ലാതെ അയാൾ മരിക്കുകയില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ ഹവാ ഇലാ ഫിറാശി ഫതലാ ഹതൈനി ലായതൈനി 11 മറ, ഒരാൾ രാത്രി ഉറങ്ങുന്ന നേരത്തെ വിരിപ്പിൽ ഇരുന്നിട്ട് 11 വട്ടം ഈ ആയത്തോടിയാൽ ഫലാ തുസീബന്നഹു മുസീബത്തുൻ ഹത്തഴിയുകയില്ല. മിൻ ഫർളാഇലി ഹതൈനി ലായതൈനി. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായോ? എന്ത് ചെയ്യാ? പറ. വിരിപ്പിൽ ഇരിക്കുക, ഇരുന്നിട്ട് എന്ത് ചെയ്യാ? 11 മറ, എത്ര വട്ടം? 11 വട്ടം ഓടിയാൽ ഫലാ തുസീബന്നഹു മുസീബത്തുൻ ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ ഒരു മുസീബത്ത് അവനെ ബാധിക്കുകയില്ല. ഒരു ജീവിയോ ഒരു ശത്രുവോ അവനെ ആക്രമിക്കുകയില്ല. അള്ളാഹ് ഇതിനെ സമ്മതിക്കൂല. അവൻ അള്ളാഹിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ എത്രയാണ് ഫളായില്, എത്രയാ ഫളായില്, ചിന്തിക്കുക. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മഗ്‌രിബിന് ശേഷം, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിന് ശേഷം ഫതലാ ഹതൈനി ലായതൈനി 3 മറാത്ത്, 3 വട്ടമെങ്കിലും ഈ ആയത്തോടിയാൽ ഫലാ യഖുറന്നഹു സിഹ്റു വലാ ഐനുൻ ഇലൽ ജുമുഅത്തിൽ ആതിയ, അടുത്ത വെള്ളിയാഴ്ച വരെ സിഹ്റോ കണ്ണേറോ ബാധിക്കുകയില്ല. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബിന് ശേഷം എത്ര വട്ടം? 3 വട്ടം ഓതിയാൽ അവനെ സിഹ്ർ ബാധിക്കുകയില്ല. അവന് കണ്ണേർ ബാധിക്കുകയില്ല. കണ്ണേർ വരും. കണ്ണേർ സത്യമല്ലേ? അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. യഅതി ബിഹ ശൈത്വാനു വഹസദു ബിനി ആദമ, കണ്ണേർ വളരെ സത്യമാണ്. ശൈത്താൻ കണ്ണേറിനെ കൊണ്ടുവരും. മനുഷ്യന്റെ അസൂയ കൊണ്ടും കണ്ണേർ ബാധിക്കും എന്ന് പുണ്യ റസൂൽ. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലോ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ 3 വട്ടം ഈ ആയത്തോടിയാൽ കണ്ണേർ അവനെ ബാധിക്കുകയില്ല. വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഫതലാ ഹതൈനി ലായതൈനി 99 മറ, 99 വട്ടം ഈ ആയത്തൊരാൾ ഓടിയാൽ ഒരിക്കലും അവനെ ഒരാഴ്ച ദാരിദ്ര്യം ബാധിക്കുകയില്ല. അവന്റെ കച്ചവടത്തിൽ നഷ്ടം വരികയില്ല. അടുത്ത വെള്ളിയാഴ്ചക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് മനസ്സിലായില്ല, ഖബ്ലൽ അസ്രി, അസ്റിന് മുമ്പ് തലാ ഹതൈനിൽ ആയതൈനി ആയത്തോട് എത്ര വട്ടം? 99 റസഖഹുല്ലാഹു മിനൽ ഹലാലി, അവന്റെ റിസ്ഖ് അല്ലാഹു തആല എന്തെന്ന് കൊടുക്കും? ഹലാലിൽ നിന്ന് കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഇതൊക്കെ സാമ്പിളാണ്, തരുന്നല്ല, ഇതൊക്കെ സാമ്പിളാണ്. ഇതൊരു മാസം പറഞ്ഞാൽ തീരാത്തായിട്ടാണ്. ഭയങ്കര. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ഫീഹാ മദ്ഹു റസൂലില്ലാ, അതിൽ മുത്തുനബിന്റെ മദ്ഹാണ്, ഇത് മുത്തുനബിയുടെ മദ്ഹാണ്.
ഇത് മുത്ത് നബിയുടെ മദ്ഹാണ്, ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ മദ്ഹാണ്. ആയത്തുൻ ഇസ്തമലത്ത് അലാ മദ്ഹി റസൂലില്ലാഹ്. പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹിൽ പെട്ടതാണ്, മദ്ഹിൽ ഉൾപ്പെടുത്തപ്പെട്ട ആയത്താണ്. ഈ ആയത്തിന്റെ പദവി വളരെ വളരെ അത്ഭുതകരമാണ്. ഖുർആനിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, ഖുർആന്റെ കാത്തിബീങ്ങളായ സ്വഹാബത്ത് ഖുർആനെ പുസ്തകത്തിലായി ക്രോഡീകരിച്ചപ്പോൾ അവസാനം ചേർത്ത ആയത്തും ഇതു തന്നെയാണ്. അതിൻ്റെ വളഅ് പോലെ, അതിൻ്റെ നുസൂല് പോലെ. അവസാനം അബൂ ഹുസൈമത്തുൽ അൻസ്വാരി റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ആയത്ത് കിട്ടുകയും അവസാനം ചേർത്ത് വെക്കുകയും ചെയ്തു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇത്രയൊന്നുമല്ല, ഇതിനും ഫളായിലുണ്ട്, ആറ്റില്ലാത്തതുണ്ട്. ഒരു പുതുപെണ്ണിനെ ഇറക്കുന്ന നേരത്ത് ആ പുതുപെണ്ണിനെ ഇറക്കുന്ന ചമയിച്ചിറക്കുന്ന ബാപ്പയും ഉമ്മയുമോ ഈ പുതുപെണ്ണിനെ പുതുമണവാട്ടിയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുന്ന നേരത്ത് ഈ പുതുപെണ്ണിനെ അയക്കുന്ന ബാപ്പയും ഉമ്മയുമോ ഈ ആയത്തോടിയാല് അസൂയ ആ പെണ്ണിനെ ബാധിക്കുകയില്ല. പലപ്പോഴും പ്രശ്നം അസൂയയാണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല രോഗങ്ങളുണ്ടാവും, അസൂയ വലിയതാണ്, ബാധിക്കൂല. ഇത് മാത്രമൊന്നുമല്ല, മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. എന്തിനും ഏത് നേരെ ഓതിക്കൊള്ളു. ഈ ആയത്ത് എപ്പോഴും ഓതന്നെ, യാവും പകലും എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഒരാള് അവന്റെ ആയത്ത് എപ്പോഴും ഓടും. ഇദാ നസല വഖഅദ വജലസ വഖാമ വറകിബ വനസല. ഭക്ഷണം കാണുന്ന നേരത്തൊരാള് ഒരു വട്ടം ഈ ആയത്ത് ഓതിയാൽ ഭക്ഷണത്തിന് അവന് കുഴങ്ങയില്ല, അവൻ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയില്ല. മേശപ്പുറത്ത് ഭക്ഷണം നിരത്തി വച്ചിരിക്കുന്നു, ഭക്ഷണം കാണുന്നു, ഒരു വട്ടം ഓതുക. എന്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഗർഭകാലഘട്ടത്തിൽ ഒരു പെണ്ണ് ആയത്ത് പതിവായി ധാരാളം ഓടിയാൽ പ്രസവിക്കൽ ആ പെണ്ണിന് എളുപ്പമാവുകയും കുട്ടി സ്വാലിഹായി തീരുകയും ചെയ്യും. ഗർഭകാലത്ത് പെണ്ണ് ഓത. എന്ത് പാര ഓത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എന്ന് ഒരു മാല ഒരാൾ ഖസാനയിൽ വെച്ചു, ഒരു മാല ഒരാൾ പാത്തു വെച്ചു. ഒരാളുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരുന്നു, ആ പൈസ ഒരു സ്ഥലത്ത് വെച്ചു. പണം സൂക്ഷിച്ചു വെക്കുന്ന നേരത്തെ ഈ ആയത്തൊരു ഒരാൾ ഒരു വട്ടം ഓടിയാൽ ആ പണം നഷ്ടപ്പെടുകയില്ല. പണം പാത്തു വെക്കുന്ന നേരത്തെ ഒരു ഒറ്റ ഓടുക ഈ ആയത്ത്. ഇങ്ങനെ അറ്റല്ലാത്ത ഫദ്ലാണ്. ഇതൊക്കെ ഞാൻ അതിൻ്റെ ചില സാമ്പിളുകൾ പറഞ്ഞതാണ്. എന്തുകൊണ്ട് ആയത്തുൻ ഇസ്തമലത്ത് അലാ മദ്ഹി റസൂലില്ലാഹ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചിരിക്കും, ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. ഇത് അറ്റല്ലാത്തതാണ്. എന്താണ് ഇതിന് പഠിക്കാനുള്ളത്? ഇത് പഠിക്കാനുള്ളത് ഈ ദീനിന്റെ കേന്ദ്രം മുഹമ്മദ് മുസ്തഫയാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് എന്നാൽ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ഞാൻ 2 മാസം മുമ്പ് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് ഫാത്തിഹ സൂറത്ത് എന്നാൽ റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിയാക്കുകയാണ്, ഇയാൾക്ക് ഭ്രാന്താണ്, ഫാത്തിഹ സൂറത്ത് മങ്കൂസ് മൗലൂദ് പോലെയാണെന്നാണ് ഇയാൾ പറയുന്നത് എന്ന്. ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. വസൂരിക്ക് പെട്ടെന്നാണ് മരുന്ന് കൊടുക്കാൻ പാടില്ല, കുറച്ചും കൂടി പൊന്തി വരട്ടെ, എന്നിട്ടേ മരുന്ന് കൊടുക്കൂ. മരുന്ന് ഞാൻ കൊടുക്കൂ. നിങ്ങൾക്കറിയോ,
ബിസ്മിയുടെ ഭാവ് മുതൽ വലല്ലാലിന്റെ നൂര് വരെയും മുഹമ്മദ് നബിയുടെ മദ്ഹാണ് എന്ന് എൻ്റെ ഇവിടെയുണ്ട്. വല്ലാഹിൽ അലീം ഇവിടെയുണ്ട്. വല്ലാഹിൽ അലീം എൻ്റെ ഇവിടെ ഉണ്ട്. ബിസ്മിയുടെ മങ്കൂസ് മൗലൂദ് മുത്തുനബിയുടെ മദ്ഹാണെങ്കിൽ ഫാത്തിഹ സൂറത്ത് മുത്തുനബിയുടെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ പറയും, പക്ഷെ കുറച്ചും കൂടി കഴിയണം. ദേശം കൂടി ബസൂരി പൊന്തി വരാണ്ട്. പെട്ടെന്ന് മരുന്ന് കൊടുത്താൽ പിന്നെ അതവർക്ക് ബോധം കെടും. ബസൂരി മുഴുവൻ പൊന്തി വരണം എന്നിട്ട് പറയും. അതിനെ പുതിയൊരു പഠിപ്പിൻ്റെ ആവശ്യമില്ല, ഇപ്പം എനിക്കറിയുന്ന കാര്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ പോലും റസൂലുള്ളാഹിന്റെ പേരാ. ഫാത്തിഹ അധ്യായത്തിന്റെ പേരാണെങ്കിൽ ഫാത്തിഹ മുഹമ്മദിന്റെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ ഫാത്തിഹ നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഫാത്തിഹ സൂറത്തിന്റെ പേരാണെങ്കിൽ ഫാത്തിഹ മുഹമ്മദ് മുസ്തഫയുടെ പേരാണ്. നിങ്ങൾ ബേജാറാവണ്ട. ബിസ്മിയുടെ ഭാഗം മുതൽ നൂന് വരെയും മൗലവിമാരെ മുഹമ്മദീയത്തിന്റെ മദ്ഹാണ് എന്ന് റഹ്മത്തുള്ള തെളിയിക്കുക തന്നെ ചെയ്യും. എന്റെ ബാപ്പാടെ പേര് ഹംസ എന്നാണെങ്കിൽ ബിസ്മിയുടെ ഭാഗം മുതൽ വലല്ലാലിന്റെ നൂന് വരെയും മുഹമ്മദീയത്തിന്റെ മദ്ഹാണ് എന്ന് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ഇല്ല. ഇത് എന്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖാണ്. ബിസ്മിയുടെ ഭാഗം മുതൽ വലല്ലാലിന്റെ നൂന് വരെ മദ്ഹുൽ മുസ്തഫ പുണ്യ നബിയുടെ മദ്ഹാണ് എന്ന് എനിക്ക് ഇനി ഒരാളിൽ നിന്ന് പഠിക്കേണ്ടത് പോലുമില്ല. വഹബനി റബ്ബി, ഇതൊക്കെ എൻ്റെ റബ്ബ് എൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഇപ്പൊ കുറെ ആളുകൾ പെടുന്നുണ്ട്. എന്താണ് ഇയാൾക്ക് ഈ പിരാന്ത്? എടോ, ഖുർആന്റെ ഖൽബ് മുഹമ്മദ് അല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ. എന്തിനും ഒരു ഖൽബുണ്ട്. ഖുർആന്റെ ഖൽബ് യാസീനാണ്. എന്താണടോ യാസീൻ? മിൻ അസ്മാഇ മുഹമ്മദ്. യാസീൻ മിൻ അസ്മാഇ മുഹമ്മദ്. അപ്പോൾ ഖുർആന്റെ ഖൽബ് മുഹമ്മദാണ്. ഫാത്തിഹന്റെ അവിടെ നിന്നൊക്കെ ഞാൻ എപ്പോഴും പോന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പഠനം ഖുർആനിൽ ഞാനിപ്പോൾ പഠിക്കുന്നത് ഖുർആനിൽ മുഹമ്മദിയ മദ്ഹല്ലാതെ ഒന്നുമില്ല എന്നാണ്. അള്ളാഹിന്റെ സഹായത്താൽ അത് പഠിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിപ്പോൾ അതിൻ്റെ പരിശ്രമത്തിലാണ്. മറ്റതൊക്കെ ഞാൻ എന്നോ പഠിച്ചതാണ്. ഫാത്തിഹ സൂറത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലാത്ത ഒന്നുമില്ല. അതന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ഒക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ എല്ലാ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. എല്ലാ റസൂലുള്ളാഹിന്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കൊരു ദിവസം ഞാൻ കാണിച്ചു തരും. അന്താ തത്ലുഉ ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطاع بالحبيب العربي. ഇത് റസൂലുള്ളാഹിന്റെ മദ്ഹാണെങ്കിൽ ഫാത്തിഹ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അതുകൊണ്ടാണ് എന്ത് ഏത് പണിക്കും ഒരുങ്ങുമ്പോൾ സാലിഹ്യങ്ങൾ എന്ത് പറയും? അൽ ഫാത്തിഹ ഫൽ ഫാത്തിഹ. ഫാത്തിഹ ഖുർആനാണെങ്കിൽ ഫാത്തിഹ മുഹമ്മദാണ്. ഖുർആനിൽ ഖുർആനേക്കാൾ മുന്തിക്കപ്പെട്ട ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ഖുർആനെ രണ്ടാമതായിട്ടാണ് പറഞ്ഞത്. ഒന്നാമത് മുഹമ്മദിയത്താണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂല യത്ലു അലൈഹിം ആയാതി. അല്ലാഹു ഏറ്റവും അനുഗ്രഹം ചെയ്തു. ഒന്ന് റസൂലിനെ തന്നതാണ്, രണ്ട് ഖുർആൻ തന്നതാണ്. പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല? ലഖദ് മൻ അല്ലേ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻഹും. അതുവിടേക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ.
വിമർശിക്കുന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല, അതൊന്നും വിഷയം തന്നെ ഇല്ല. ആരും വിമർശിച്ചോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എവിടെയും മുഹമ്മദിയത്തിന്റെ അഴക് കാണാൻ കഴിഞ്ഞാൽ അവനാണ് സന്തോഷം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മദീനയിൽ കണ്ട സാധനങ്ങളെല്ലാം മുഹമ്മദിയത്തിന്റെ അഴകായി. പിന്നെ മുത്തുനബി വഫാത്തായി. അപ്പോൾ ബിലാൽ പറഞ്ഞു, സിദ്ദീഖേ, ഞാൻ നാട് വിടുകയാണ്. ജമാലു മുഹമ്മദി, ജമാലു മുഹമ്മദി. മദീനയിലെ പാറയും മദീനയിലെ മണ്ണും പാറയും കല്ലും മണ്ണും എല്ലാം മുഹമ്മദിയത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മുഹമ്മദ് മുസ്തഫയാകട്ടെ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുകയാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുകയാണ്. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല സിദ്ദീഖേ, സമ്മതം തരൂ, ഞാൻ പോവുകയാണ്. അപ്പോൾ സിദ്ദീഖ് പറ്റൂല, നിങ്ങൾ പോകരുത്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ പോവന്നെ. അവസാനം സമ്മതം കൊടുത്തു മഹാനായ ബിലാലിന്. മുഹമ്മദിയത്തിന്റെ അഴക് കണ്ട് അതാകട്ടെ മണ്ണിൽ പൊടിഞ്ഞു കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാം ഓർമ്മപ്പെടുത്തുന്നത് നബിയാണ്. നബി അല്ലാതെ ഒന്നും കണ്ണിൽ കാണുന്നില്ല. നബിയാകട്ടെ മണ്ണിൽ പൊടഞ്ഞു കിടക്കുകയുമാണ്. പിന്നെ നാട് വിട്ടു സയ്യിദുനാ ബിലാൽ. സിറിയയിൽ ഡമാസ്കസിന്റെ പരിസരത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി പാർത്തു സയ്യിദുനാ ബിലാൽ. ഒരു രാത്രി നെട്ടി ഉണർന്നു സയ്യിദുനാ ബിലാൽ. പ്രിയതമയോടുകൂടെ കിടക്കുന്ന നേരത്തെ അവിടെ പോയി കല്യാണം കഴിച്ച് അവിടെ പാർത്തുകൊണ്ടിരിക്കവേ ഒരു രാത്രി നെട്ടി ഉണർന്ന് കരയാറ്റുണ്ട്. ഭാര്യ എണീറ്റുകൊണ്ട് ചോദിച്ചു, എന്താ മഖാവഫക്, ആരങ്ങളെ പേടിപ്പിച്ച് എന്റെ ഉണ്ടായത്? അപ്പോൾ പറഞ്ഞു, അതാനി റസൂലുള്ളാഹ്, പുണ്യനബി എൻ്റെ അരികിൽ വന്നു, പുണ്യനബി എൻ്റെ അരികിൽ വന്നു. ബിലാലെ, ഹജർതനി വതറക്തനി, ഇന്നെ ഒഴിവാക്കിയല്ലേ, ഇന്നെ പറ്റി ഒഴിവാക്കിയല്ലേ. ബിലാൽ നേരം വെളുക്കുന്നവരെ ഇരുന്ന് കരഞ്ഞു. നേരം വെളുക്കുമ്പോൾ കാഫിലക്കാരോടുകൂടെ മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിൽ ചെന്നപ്പോൾ ഖബർ ഷരീഫിന്റെ മണ്ണിലേക്ക് സ്വയം നഫ്സിനെ വലിച്ചെറിഞ്ഞു സയ്യിദ്നാ ബിലാൽ. മണ്ണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും ഖബർ ഷരീഫിന്റെ മുകളിലൂടെ ഇങ്ങനെ രണ്ട് കബളും ചാലിട്ടൊഴുകുകയാണ്. മണ്ണ് പുരട്ടി പൊട്ടിക്കരഞ്ഞ മൺകൂനെ കെട്ടിപ്പിടിച്ച് കിടന്നു സയ്യിദ്നാ ബിലാൽ. സിയാറത്ത് പൂർത്തിയായപ്പോൾ മദീനക്കാർ വന്നു. ബാങ്ക് കൊടുക്കാൻ നിർബന്ധിച്ചു. എനിക്ക് ബാങ്ക് കൊടുക്കാൻ ഇനി കഴിയുകയില്ല, റസൂൽ വഫാത്തായിട്ട് ഞാൻ ആ പണി നിർത്തിയിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന കലിമത്ത് എനിക്ക് ഉറക്കെ ഉച്ചരിക്കാൻ കഴിയുകയില്ല. അവർ വീണ്ടും നിർബന്ധിച്ചു. അപ്പോഴാണ് ഹസൻ ബിൻ അലി വന്നത് റളിയല്ലാഹു അൻഹു. അലിയാരെ പൊന്നുമോൻ, ഫാത്തിമ ബീവിയുടെ പൊന്നുമോൻ. കാന അശ്ബഹ ബിറസൂലില്ലാഹി ജസദൻ വഖുലുഖാ, സ്വഭാവത്തിലും ശരീരത്തിലും പുണ്യനബിയോട് ഏറ്റവും സദൃശപ്പെട്ട ആളാണ് ഹസൻ ബിൻ അലി. കണ്ടാൽ ഒറ്റ മാത്രയിൽ നബിയാണോ എന്ന് തോന്നിപ്പോകുന്ന ആളാണ് സയ്യിദ്നാ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. ഹസൻ വന്ന് പറഞ്ഞു, ഒന്ന് ബാങ്ക് കൊടുക്കണം, നിങ്ങളെ ബാങ്ക് കേൾക്കാൻ, വല്യപ്പാന ഓർക്കാൻ. മദീന പള്ളിയിൽ കെട്ടിപ്പൊക്കിയ മഹ്ദനയുടെ മുകളിലേക്ക് കയറി സയ്യിദ്നാ ബിലാൽ. ഈ കുട്ടി പറഞ്ഞാൽ പിന്നെ എതിർക്കാൻ കഴിയുകയില്ല. കാന അശ്ബഹ ബിറസൂലില്ലാഹ്, പുണ്യനബിയോട് ഏറ്റവും സദൃശനായ ആളായിരുന്നു സയ്യിദ്നാ ഹസൻ ബിൻ അലി റളിയല്ലാഹു.
ചെവിയിൽ കൈവച്ചു ബാങ്ക് തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒന്നാമത്തെ കലിമ കഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കലിമ കഴിഞ്ഞു. അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയേണ്ടതാണ്. പറഞ്ഞു തുടങ്ങിയേ ഉള്ളൂ. പിന്നെ എന്താ സംഭവിച്ചത്? ബോധരഹിതനായി ഫത്വാഹ. ആ കെട്ടിപ്പൊക്കിയ ഉയർന്ന മദനയിൽ നിന്ന് ഉരുണ്ടുരുണ്ട് ബോധരഹിതനായി താഴെ വീണു. ഫമാ കമ്മല തിൽക്കൽ കലിമ അഷ്ഹദു അന്ന മുഹമ്മദാ എന്നുറക്കെ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. സയ്യിദുനാ ബിലാൽ لمن عاشق جمال محمد نال القبول من الولي الوالي. മുഹമ്മദിയത്തിന് അഴക് കാണാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട്. ഫക്കാന ആഖിറു അദാനിഹി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബാങ്കാണ് ആ ബാങ്ക്. പിന്നെ ബാങ്ക് കൊടുത്തിട്ടില്ല. സയ്യിദുനാ ബിലാൽ. ബാങ്ക് സുന്നത്തല്ലേ? സുന്നത്താണടാ. പക്ഷേ റസൂലുള്ളാഹി ഫർളാണ്. ഫർളിനെ അപ്പുറത്ത് എന്ത് സുന്നത്ത്? ബാങ്ക് കൊടുക്കൽ സുന്നത്തല്ലേ? സുന്നത്താണ്. പക്ഷേ റസൂലുള്ളാഹിനെ അങ്ങോട്ട് ഓർമ്മ പിന്നെ വയ്യ, പിന്നെ കഴിയില്ല. ആരാണ്? എന്താ ഈ സംഭവം? ചിന്തിക്ക മുമ്മിനെ ചിന്തിക്കാം. എവിടെ എത്തി? ആ ഒരു സ്നേഹം നമുക്കുണ്ടോ മനുഷ്യ? ഇന്ന് മൗലിദ് ഘോഷയാത്രക്ക് തെളിവ് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഖബറിന്റെ പുറത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞ് കബറിസ്ഥാൻ എവിടെയാടായത്? അതോ ബിലാൽ മുശ്രിക്കാണോ? നബിദിനത്തിന് പാവപ്പെട്ട കുഞ്ഞുമക്കൾ തൊലാൽ ബദ്റു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. എന്താ മനുഷ്യ? കേന്നമിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരൊക്കെടാ തൗബ ചെയ്തോ? നീ തൗബ ചെയ്യേണ്ടി വരും. നിങ്ങൾ കേന്നമുകാരെ റഹ്മത്തുള്ളാഹിന്റെ അടുത്ത് തൗബ ചെയ്തു വരും. ഇപ്പം നീ എന്നെ ആക്ഷേപിക്കും, പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് തൗബ ചെയ്തുകൊണ്ട് വരും. പറ്റിപ്പോയി, ഞങ്ങൾ ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞു. ഈ കുറ്റം പറഞ്ഞാൽ എനിക്കൊരു വിഷയമല്ല. എത്ര കുറ്റവും ഞാൻ മാപ്പാക്കി, അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കാവശ്യം KNM എന്ന ആ തിന്മയുടെ കൂടാരത്തിൽ നിന്ന് ഇലാഹിൻ്റെ മാർഗത്തിലേക്ക് രക്ഷപ്പെടലാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് തരട്ടെ. ജമാൽ മുഹമ്മദ് കാണാത്തൊരാൾക്ക് ദീന് കാണാൻ കഴിയില്ല. അത് സിദ്ദീഖിനും ഇല്ല. സിദ്ദീഖിന് ഏറ്റവും വലിയത് നിസ്കാരമല്ല, സിദ്ദീഖിന് ജമാൽ മുഹമ്മദാണ്. അന്നളുറു ഇലാ വജ്ഹിക്, അതാണ് ഏറ്റവും വലിയ കാര്യം. ആർക്ക്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു വകബറ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. ദുനിയാവിൽ വീണ ഏറ്റവും വലിയ ഷഹീദ് ഹംസയാണ്. എന്തുകൊണ്ട്? മുഹബ്ബ് മുഹമ്മദാണ്. മുശ്രിക്കായ കാലത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബിന് പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരാൾ ഇതുപോലെ വേറെയില്ല. മുശ്രിക്കാകുമ്പോഴും മുഹിബ്ബാണ് സയ്യിദുനാ ഹംസ. നായാട്ടിന് പോകുമ്പോൾ മാത്രമേ റസൂലുള്ളാഹിനെ ഒരാൾ ആക്രമിക്കുകയും റസൂലുള്ളാഹിനെ നിന്ദിക്കുകയും ചെയ്യൂ. റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നത് പോലും അങ്ങനെയാ. ഹംസ റളിയല്ലാഹു അൻഹു നാട്ടിലുണ്ടെങ്കിൽ ഒരാൾക്കും ധൈര്യം വരൂല. ഹംസയും അവരെ കൂട്ടത്തിലുണ്ട്. അവരെ കൂട്ടത്തിലാ, മുസ്ലിമായിട്ടില്ല, പക്ഷെ പേടിയാ. ഭയങ്കര മുഹിബ്ബാ, മുഹമ്മദിന്റെ മുഹിബ്ബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? ഒരിക്കൽ നായാട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ
ആരോ പറഞ്ഞു അബൂഹക്കം നിന്റെ അബൂഹക്കം നിന്റെ ഏട്ടന്റെ മകനെ ആക്ഷേപിക്കുന്നത് കേട്ടു. അപ്പോൾ പിന്നെ വീട്ടിൽ പോയില്ല, നേരെ കുതിരയെ തിരിച്ചു വിട്ടു അബൂ ജഹലിന്റെ അടുത്തേക്ക്. അബൂ ജഹൽ ഒരു ഒട്ടകപ്പുറത്തിരിക്കുകയായിരുന്നു. ഒരൊറ്റ വലിക്ക് താഴെ ഇട്ടിട്ട് ചവിട്ടി. എടോ എന്റെ വിചാരിച്ച് എന്റെ ഏട്ടന്റെ മകനെ ആക്ഷേപിക്കാൻ വിചാരടോ. അന്ന് മുശ്രിക്കാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ വീണപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർളി, ഭൂമിക്ക് മുകളിൽ ഏറ്റവും അഫ്ളലായ ഷഹീദ് ഹംസയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ മുഹബ്ബത്ത് മുഹമ്മദ് അതന്നെയാണത്. നിസ്കാരം നോക്കുമ്പോൾ എല്ലാവർക്കും കണക്കാണ്. മുഹബ്ബത്ത് മുഹമ്മദ്. റുക്കോഴ് ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ടാവില്ല, അതുപോലെ വക്കായത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. വ്യത്യാസം മുഹബ്ബത്ത് മുഹമ്മദാണ്. ഉറക്കപ്പറ മുഹബ്ബത്ത് മുഹമ്മദ്, മുഹബ്ബത്ത് മുഹമ്മദ്. അവിടെയാണ് പൊന്നും ഒരു പവൻ തന്നെ. പക്ഷെ കാരറ്റിലെ വ്യത്യാസം. അത് അറിയണോനെ അറിയുള്ളൂ. ഇതേ റുക്കൂ ചെയ്യുന്നവനാണല്ലോ മുനാഫിഖ്. ഇതേ സുജൂദ് മദീന പള്ളിയിൽ ചെയ്തവരായിരുന്നു മുനാഫിഖ്. എന്നിട്ട് ആയത്തിറങ്ങിയത് എന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ചില നിസ്കാരക്കാർക്ക് നരകമാണ്. നസലത്ത് ഫിൽ മുനാഫിഖീൻ. ഇത് മുനാഫിഖീങ്ങളെ പറ്റി ഇറങ്ങിയതാ. അവർക്ക് എന്താ വിഷയം? അവർക്ക് നിസ്കാരം, അവർ റുക്കൂഉണ്ട്, സുജൂദുണ്ട്, മുഹബ്ബത്ത് മുഹമ്മദ് ഇല്ല. റസൂലുള്ളാഹിനോട് മുഹബ്ബത്തില്ല. പുണ്യ റസൂൽ മുസ്തഫ അബ്ദുല്ലാഹ് ബിൻ ഉബൈ എന്ന മുനാഫിഖിന്റെ തലവനായ മനുഷ്യൻ റസൂലുള്ളാഹി വരുന്ന നേരത്ത് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പറഞ്ഞു, മുഹമ്മദേ ഉബുദ് അന്നി, മാറി നിൽക്ക്. ഇന്നലി ഹിമാരിക റീഹാൻ, നിന്റെ കൈതക്ക് ഒരു വൃത്തികെട്ട വാസനയാണ്. മുഹമ്മദേ മാറി നിൽക്ക്, നിന്റെ അടുത്തേക്ക് വരല്ല, നിന്റെ കൈതക്ക് ഒരു വൃത്തികെട്ട വാസനയുണ്ട്. അബ്ദുല്ലാഹി ഫലയഗ്ഫിറല്ലാഹു ലഹും. ഇല്ലേ ഉസ്താദുമാരെ, ഇത് പറഞ്ഞു കൊടുക്കി മനുഷ്യന്മാർക്ക്. ഈ മനുഷ്യന്മാർക്ക് ഇത് അറിയൂല. തലവന അവൻ പറഞ്ഞു, മുഹമ്മദേ നിങ്ങൾ അടുത്തേക്ക് വരല്ലേ. ഇന്നലി ഹിമാരിക റീഹൻ, നിന്റെ കൈതക്ക് ഒരു വൃത്തികെട്ട വാസനയാണ്. ആരോട് പറഞ്ഞ്? റസൂലുള്ളാഹിനോട് പറഞ്ഞു. ഇതൊരു അൻസാരി കേട്ടപ്പോൾ അൻസാരിക്ക് ദേഷ്യം വന്നിട്ട് ചെരുപ്പ് എടുത്തിട്ട് അടിച്ച്. ആരെ? അബ്ദുല്ലാഹിനെ അടിച്ച്. എന്താണ് റസൂലില്ല, റസൂലുള്ളാഹിന്റെ കഴുതയെ ചീത്ത പറയാൻ ആരടു? ഇന്നലി ഹിമാരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റീഹൻ അത്യബ മിൻ റീഹിക, നിന്റെ വാസനയേക്കാൾ നല്ല വാസനയാണ് റസൂലുള്ളാഹിയുടെ കഴുതയുടെ വാസന. ഇയാൾ ബഹുമാനിച്ചത് എന്തിനാണ്? റസൂലുള്ളാഹിയുടെ കഴുതയെ ബഹുമാനിച്ച്. റസൂലുള്ളാഹിന്റെ കഴുതയെ ചീത്ത പറയാൻ ആരടേ? ഇന്നലി ഹിമാരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റീഹൻ, അള്ളാന്റെ റസൂലിന്റെ കൈതയുടെ വാസന എന്താ? അത്യബ മിൻ റീഹിക്കാൻ, അത്യബ മിൻ റീഹിക്കാൻ, നിന്റെ വാസനയേക്കാൾ നല്ല വാസനയാണ്. ആരെ വാസന? റസൂലുള്ളാഹിയുടെ കൈതയുടെ വാസന. ഇത് പറഞ്ഞ അൻസാരി ചെരുപ്പൂരാണ് അടിച്ച അയാളെ. പിന്നെ ഇയാൾ കുറച്ചുകാലം കഴിഞ്ഞ് മരിച്ച്. ആര്? ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ. അപ്പൊ ആയത്തിറങ്ങി. നബിയെ, നിങ്ങൾ 70 വട്ടം പൊറുക്കലിനെ തേടിയാലും ഈ പഹയന്മാർക്ക് ഞാൻ പൊറുത്തു കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. ഉസ്താദ്മാരെ ഒന്ന് പറഞ്ഞു കൊടുക്കി മനുഷ്യന്മാർക്ക്. എവിടെയാണ് മർമ്മം? ഒരു മുഅ്മിനായ മനുഷ്യൻ കാര്യം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? കാര്യം മനസ്സിലാക്കിയാൽ ലോറിസ്കാരം കഴിഞ്ഞാലും ഒരു മങ്കൂസ് ഓതും, അസർസ്കാരം കഴിഞ്ഞാലും ഒരു മങ്കൂസ് ഓതും. കാരണം ഇതിന്റെ ബർക്കത്തോണ് അത് സ്വീകരിക്കുക. സ്വഹാബത്തിന് രാവും പകലും മങ്കൂസ. ഞങ്ങൾ സൊഫിന്റെ വലഭാഗത്ത് വന്നിരിക്കും. എന്തിന്? റസൂലുള്ളാഹിയുടെ പറ. റസൂലുള്ള ഈ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോ അവിടുത്തെ വലത്തേക്ക് അവള് നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ എവിടെ വന്നിരിക്കും? മനസ്സിലായില്ല? ഞങ്ങൾ സഫിന് പിടിവലി കൂടും. എവിടെ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതാണ് അവരെ മങ്കൂസ്. അവർ
നമുക്കോ അതിന് ഒപ്പില്ല. പിന്നെ കൽബിന്റെ മിർആത്തിൽ റസൂലുള്ളാഹിനെ ഉണ്ടാക്കണം. അതിനാണ് മങ്കൂസ് മൗലൂദ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നിരിക്കൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്ക്. ഒന്നിരിക്കൽ ഇങ്ങനെ വേണം. ഇങ്ങനെ വേണമെങ്കിൽ സമാനും മക്കാനും ഒന്നാകണം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്നറിയോ? വജ്ഹിലെ ഐന് തുറന്നിട്ടില്ലെങ്കിൽ കൽബിൽ ഐനെ തുറക്കണം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഇവിടുത്തെ കണ്ണ് തുറക്കണം. ഇവിടുത്തെ കണ്ണ് തുറക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് വഴിയുള്ളൂ. പറ. ഇതിന്റെ മുന്നിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ മുന്നിലേക്ക് കിട്ടണം. ഇതിന്റെ മുന്നിലേക്ക് കിട്ടണമെങ്കിൽ ഒന്നിരിക്കൽ നമ്മൾ പറയണം, അല്ലെങ്കിൽ വേറെ ആൾ പറയണം. ഇതാണ് മൗലൂദ്. ഇതിന് കോമൺ സെൻസ് പോലെ മനുഷ്യ മനസ്സിലാക്കാൻ. സ്വഹാബി പറഞ്ഞ വാക്ക് കേട്ട് ഇവിടെ നോക്ക്. ഉറങ്ങണ്ട, ഞാൻ പറഞ്ഞുതരാ. ഒരു സെക്കൻഡ് പോലും നബി എന്നിൽ നിന്ന് മറഞ്ഞിട്ടേ ഇല്ല. ചില സ്വഹാബികളെ വാക്ക. ഒരു സെക്കൻഡ് പോലും കണ്ണെന്ന് ആര് മറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ല. സ്വഹാബികളെ വാക്ക്, താബിഈങ്ങളെ വാക്ക്, താബിഈങ്ങളെ വാക്ക്. ഒരു സെക്കൻഡ് പോലും നബി എന്നിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ലൗ ഗാബ അന്നി റസൂലുള്ളാഹ് വലൗ ലഹല്ലാഹ് മാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു സെക്കൻഡെങ്കിലും നബി എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുസ്ലിമായി എണ്ണുകയില്ല. യാ പഠിച്ചോനെ. സ്വഹാബികളെ വാക്ക്, താബിഈങ്ങളെ വാക്ക്. എവിടെ ഉണ്ട്? 100 കണക്കിന് കിതാബ് റഹ്മത്തുള്ളാഹി കൊണ്ടുവരും. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സ്വഹാബികൾ പറഞ്ഞ വാക്ക്, താബിഈങ്ങൾ പറഞ്ഞ വാക്ക് എന്ത്? ഒരു സെക്കൻഡ് പോലും കണ്ണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. അതായത് അവരെ കൽബിന്റെ മിർആത്തിൽ, കണ്ണാടിയിൽ എപ്പോഴും അവർ ആരെയാണ് കാണുന്നത്? പറയാ റസൂലുള്ളാഹിനെ എങ്ങനെ കാണാൻ? ലൗ ഗാബ അന്നി റസൂലുള്ളാഹി വലൗ ലഹല്ലാഹ്. പറയൂ ഉസ്താദുമാരെ, നിങ്ങൾക്കറിയാലോ അതിന്റെ അർത്ഥം, നാടന്മാർക്ക് അറിയില്ലെങ്കിൽ. ഒരു സെക്കൻഡ് എങ്കിലും റസൂലുള്ള എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ എന്തിൽ എണ്ണൂല? മുസ്ലിങ്ങളിൽ എണ്ണൂല. ഒരു സെക്കൻഡ് എന്റെ കൽബിൽ നിന്ന് റസൂലുള്ള മറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ ആരായി പരിഗണിക്കൂല? മുസ്ലിമായി തന്നെ പരിഗണിക്കൂല. അപ്പൊ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ കണ്ണിൽ ആര് വേണം? ഈ കാലത്ത് ഇത് വാജിബല്ലേ? ഏത് വാജിബ്? റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കല്. മനസ്സിലായോ? നിങ്ങൾക്ക് ചിന്തിക്കേ. ദീനിന്റെ ശത്രുവിനല്ലാതെ ഇത് മനസ്സിലാകാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രസ്ഥാനത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? ആ നേതാവ് മറഞ്ഞു പോയാൽ ആ പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയിലെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, EMS. അയാൾ മരിച്ചത് കാലത്തിനായി. എന്നിട്ടും ഇപ്പോഴും കൊല്ലത്തിന് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യും? EMSനെ പറ്റി സെമിനാർ നടത്തും. EMSന്റെ ലോകം ഇല്ലേ? ഇതിപ്പോ തലശ്ശേരിക്കാരോട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പറ, ഉണ്ടോ ഇല്ലേ? ചിന്തിക്ക്. എന്തേ EMSനെ പറ്റി പറഞ്ഞാൽ എന്താ അവരുടെ ലക്ഷ്യം? എന്താ? ആ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ആര് കണ്ണിന്റെ മുന്നിൽ വേണം? ആ നേതാവ് കണ്ണെന്ന് പോയ ആ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല. മനസ്സിലായോ? ചിന്തിക്ക്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മർമ്മം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി ലഹല്ലാഹ്. ഒരു സെക്കൻഡെങ്കിലും നബി എന്നിൽ നിന്ന് മറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുസ്ലിമീങ്ങളിലായി എണ്ണുകയില്ല. പടച്ചോനെ റബ്ബേ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ നമുക്ക് വെളിയങ്കോട് ഉമർ ഖാളിയുടെ കരച്ചിൽ മനസ്സിലായി. سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ما جف دم
ഉമറിന് നബീന്റെ റൗളയിൽ പോയി പറയാം, നബിയെ ഈ ഉമറിന്റെ കണ്ണുനീര് ഇതുവരെ വെറ്റിയിട്ടില്ല, എന്റെ ഓർമ്മ വെച്ചിട്ട് എന്റെ കണ്ണുനീര് പറ്റിയ സമയമല്ല. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, രണ്ട് ലോകത്തിന്റെയും നേതാവായ അങ്ങയോടുള്ള പ്രേമം കൊണ്ടാണ് ഞാൻ എൻ്റെ ആയുസ് മുഴുവനും കരഞ്ഞത്. ആര് പറയാ? ഉമർ ഖാലി പറയാ. അപ്പൊ അവരുടെ ഏറ്റവും വലിയ ഇബാദത്താ എന്താ? നബിയെ ഓർക്കല്. ആ ഓർമ്മയിൽ നിസ്കരിക്കുമ്പോൾ അവർക്ക് ഖുശൂ ഉണ്ടാവും. ഇതാണ് മാറ്റിവെച്ചാൽ, ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, അതാണ് മാറ്റിവെച്ചാൽ നിസ്കാരം ഈ ആക്റ്റായി മാറും. മനസ്സിലാകണ്ട നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് അമ്പ് വലിച്ചെടുത്തപ്പോൾ സ്വഹാബി അറിയാതെ പോയത്? ഏതാ സ്വഹാബി? സയ്യിദുനാ അലി. എന്റെ അമ്പ് പറിച്ചെടുത്തപ്പോൾ എന്റെ അലി അറിയാതെ പോയത് മഹബ്ബത്ത് മുഹമ്മദ്, ഇഷ്ഖ് മുഹമ്മദ്, അല്ലാതെന്താ? അഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും റസൂലുള്ളാഹ് മുഹാജിരീങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത്, ഓരോരുത്തരും എങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത്. അലിയാരെ ഏൽപ്പിച്ചില്ല. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന ഓരോരുത്തരെയും ഒരു അൻസാരിയെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത്. മദീനയിൽ എത്തിയപ്പോൾ അലി ഒറ്റക്കായ, അലിക്കാരുമില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നു, നബിയെ നിങ്ങൾ ഇന്നാരെയും ഏൽപ്പിച്ചില്ലല്ലോ, എനിക്കിവിടെ മദീനയിൽ ആരുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, പൊന്നുമോനെ, എങ്ങനെയാണ് ഞാൻ നിന്നെ വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? നീ ദുനിയാവിലും ആഖിറത്തിലും എന്റെ സഹോദരനല്ലേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് അലി. ആ അമ്പ് പറിച്ചെടുത്താ അറിയൂല. അതാ പറിച്ചെടുത്താൽ അറിയൂല. ചിന്തിക്കണം. ഹബീബിന്റെ മഹബത്തല്ലാതെ, അഴകല്ലാതെ ഒന്നുമില്ല. ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ആരാണ് ഫാത്തിമ? ഒരാള് ഫാത്തിമയുടെ വാസന എന്നാൽ സിമാറുൽ ജന്നത്തി കുല്ലിഹാ, സ്വർഗത്തിലെ പഴം മുഴുവനും കൂട്ടി ഒരാൾ വാസനിച്ചാല് ആ പഴങ്ങളുടെ വാസന എന്താണോ അതാണ് എൻ്റെ ഫാത്തിമയുടെ വാസന എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഫാത്തിമക്ക് ഹൈലുണ്ടാവുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഗർഭം ധരിച്ചു, പിന്നെ പ്രസവിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രസവം എടുക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ കാര്യമായി അതിൽ പങ്കെടുത്ത ആള് അസ്ദിഖുൽ അക്ബറിന്റെ മകളായ അസ്മാ ബീവിയാണ്. എല്ലാം കഴിഞ്ഞ് പ്രസവം എടുക്കൽ കഴിഞ്ഞിട്ട് നബിയുടെ അരികിൽ വന്ന് പറഞ്ഞു, അജബൻ അജബാ മാ റഅയ്നാ മിൻ ആദമാ. ഫാത്തിമാക്ക് രക്തം വന്നില്ലല്ലോ നബിയെ, ഞങ്ങൾ പ്രസവം എടുക്കുന്നു, രക്തം കണ്ടില്ല. അപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് ഫാത്തിമാക്ക് രക്തമുണ്ടാവുക? ഫാത്തിമയുടെ ജസദിയായ ബന്ധം മാത്രമല്ലേ ഭൂമിയിലുള്ളൂ. ശബീഹത്തും ബിൽ ഹൗറാ, സ്വർഗത്തിലെ ഹൈലുണ്ടാവാത്ത പെണ്ണുങ്ങളുടെ ശാരീരിക അടിത്തറയിലാണ് എൻ്റെ ഫാത്തിമ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എത്രയായി ഇതിനൊക്കെ ഹദീസുള്ളത്? പഠിക്കണം. പഠിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വേറൊരു കൂട്ടരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതിന്റെ ഒരു വ്യാഖ്യാനം ഇമാം സുയൂത്തി പറയുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ കരഞ്ഞുകൊണ്ട് തൗബയാചിച്ച് നടന്നു സയ്യിദുനാ ആദം. അൽ ബഖറയിൽ ഒരായത്തുണ്ടല്ലോ, ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ചില വചനങ്ങൾ ഉരുവിട്ടപ്പോൾ തൗബ കിട്ടി. ഏതാ വചനങ്ങൾ? ദുറിൽ കാണാം. ഇമാം സുയൂത്തി പറയുന്നുണ്ട്, അല്ലാഹുമ്മ നജ്ജിനി ബിബറകത്തി മുഹമ്മദ് ബിബറകത്തി മുഹമ്മദ് വബി ആലി മുഹമ്മദ് എന്ന് പറഞ്ഞു സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അപ്പോൾ അല്ലാഹു തൗബയെ സ്വീകരിച്ചു. ദുറുൽ മൻസൂറിൽ ഹാഫിദ് ജലാലുദ്ദീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇവരൊക്കെ ലോകം കണ്ട കുബാര്യങ്ങളായ ഉലമാക്കളും മഹാന്മാരായ സാദാത്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പർവ്വതങ്ങളായ ജിബാലായ അയിമ്മത്ത് മല്ലേ ജനങ്ങളെ ഇതൊക്കെ ഇവർ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ബുശ്റാലിമൻ ആശിഖു ജമാല മുഹമ്മദീന അലുൽ ഖബൂല മിനൽ വലിൽ വാലി വൽ ഫളിലു ഫളിലുല്ലാഹ് വൽ ഫളിലു ഫളിലുല്ലാഹി യുഅതി മിന്നതൻ ബിൽ ഹുബ്ബി ഫീ ത്വാൽ അസീസിൽ ഗാലി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല. വൽ ഫളിലു ഫളിലുല്ലാഹി യുഅതി മിന്നതൻ വൽ ഫളിലു ഫളിലുല്ലാഹ്. ഇതിലെല്ലാം വളരെ ചിന്തിക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലത്തെ മഹാന്മാർ വിജയിക്കാനുള്ള കാരണം അവർക്ക് മഹബ്ബത്തുൽ മുസ്തഫ. പക്ഷാഘാതം പിടിപെട്ട് തളർന്ന് വീണ് പോയി ഇമാം ബൂസൂരി. തളർന്നു ആ രോഗത്തിൽ കടന്നുകൊണ്ട് എഴുതിയ അങ്ങനെ 160 വരിക ബുർദയിൽ തീർന്നില്ല. അപ്പോഴത്തിന് വന്നു പുണ്യ റസൂൽ. ഒരു രാത്രി ബൂസൂരി ഇമാമിന്റെ അരികിൽ വന്നു പുണ്യ റസൂൽ. ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലുന്നുമുണ്ട്, ബൂസൂരിയെ തടവുന്നുമുണ്ട്. ബൂസൂരി ഇമാമിനെ തടവി മുത്തുനബി. ഈ ബൈത്ത് ചൊല്ലിക്കൊണ്ട് തടവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നേരം വെളുക്കുമ്പോൾ രോഗമില്ല, നേരം വെളുക്കുമ്പോൾ ദീനമില്ല. നേരം വെളുക്കുമ്പോൾ ഒന്നുമില്ല, ദീനം മാറിയിട്ടുണ്ട്. അന്ന് മുതൽ ബുർദക്ക് ബുർഉദ്ദ എന്നൊരു പേര് കൂടി കിട്ടി. രോഗശമനം. ഏത് രോഗമുണ്ടെങ്കിലും നല്ലതാണ്. എന്ത് റസൂലുള്ള ചൊല്ലിയതായി കണ്ടു. ആര് കണ്ടു? ബൂസൂരി ഇമാം കണ്ടു. ചിന്തിക്ക. ഒരാളും മരണവേദന കലശലായാൽ ചൊല്ലാവുന്നതാണ്, മുൻഗാമികൾ ചൊല്ലിയിരുന്നതാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന് സയ്യാഹിങ്ങളായ മലക്കുകൾ ഉണ്ട്. മുത്തുനബിയെ പറയുന്നിടത്ത് മലക്കുകൾ ഹാജരാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മുത്തുനബി പറയുന്നിടത്ത് മലക്കുകൾ ഹാജരാവും. കാരണം അവരുടെ സയ്യിദാണ് മുഹമ്മദ്. അവരുടെ സയ്യിദാണ് മുഹമ്മദ്. ജിബ്രീലിനും സയ്യിദാണ് മുഹമ്മദ്. മികായേലിന് സയ്യിദാണ് മുഹമ്മദ്. ഇസ്രാഫീലിന് സയ്യിദാണ് മുഹമ്മദ്. അസ്രായീലിന് സയ്യിദാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. അത്ര അതിന്റെ പദവി പറയാൻ കഴിയില്ല. അവർക്ക് പണിയെന്താ? ഇന്നല്ലാഹ് വമലായികതഹു. എന്താ മലക്കുകളുടെ പണി? എന്തടോ മലക്കുകളുടെ പണി? എന്താ ഇത്? ആയത്തല്ല ഹദീസാണെങ്കിൽ ലൈഫാണെന്ന് പറയാൻ 100,000 മൗലവിമാരുണ്ടാവും. ആയത്തിനെ ലൈഫാക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ടാണ്. എന്താടോ മലക്കുകളുടെ പണി? എന്താടോ മലക്കുകളുടെ പണി? എന്താ? സ്വലാത്ത് അല്ലൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലു അലാ ജിബ്രീല. അങ്ങനെയാണോ? പറയും മനുഷ്യന്മാരെ. എന്താ നിങ്ങൾ അന്തം മുട്ടിയിരിക്കുന്നത്? പറയും മനുഷ്യന്മാര്. മലക്കുകളെ പണി ജിബ്രീലിന്റെ സ്വലാത്തല്ലാണോ? ജിബ്രീലിന്റെ പണി പറ. ജിബ്രീലിന്റെ പണി മുത്തുനബിക്ക് സ്വലാത്തല്ലാണ്. മീകായിലിന്റെ പണി മുത്തുനബിക്ക് സ്വലാത്തല്ലാണ്. അപ്പൊ മീകായിലിന്റെ പണി എന്താ? മഴ വർഷിപ്പിക്ക. സ്വലാത്തല്ല. ഇസ്രാഫീലിന്റെ പണി സൂറ് പിടിച്ചു നിൽക്കുക. പറ കുട്ടി, എന്തിനു പേടിക്കണ്? എന്താ മീകായിലിന്റെ പണി? മഴ പെയ്യിപ്പിക്ക. സ്വലാത്തല്ല. എന്താ ഇസ്രാഫീലിന്റെ പണി? കാളം പിടിച്ചു നിൽക്കുക. സ്വലാത്തല്ല. അസ്രായിലിന്റെ പണി എന്താ? അസ്രായിലിന്റെ പണി?
റൂഹ് പിടിക്കുക, സ്വലാത്തില്ല, വരുമ്പോഴും സ്വലാത്തില്ല, പോകുമ്പോഴും സ്വലാത്തില്ല. എന്താ? സ്വർഗം കാക്കുന്ന മലക്കല്ലേ റിദ്വാൻ. എന്താണ് പണി? സ്വർഗം കാക്കുക, സ്വലാത്ത് ചെല്ലുക. നരകം കാക്കുന്ന മലക്കായ മാലിക്കിന്റെ പണി എന്താ? നരകം കാക്കുക, സ്വലാത്ത് അല്ല. റഖീബ് ആതീദിന്റെ പണി എന്താ? എഴുതുക, സ്വലാത്ത് അല്ല. എന്റെ നിന്റെ പണി എന്താ? മുത്തുനബിയെ വിമർശിക്കുക, നിങ്ങൾ മാപ്പിളയാന്ന് പറഞ്ഞ് നടക്കും ചെയ്യ. എന്റെ ഈമാൻ ഉണ്ടാകാൻ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായോ? അർത്ഥം വെക്ക്. എന്തിന്? ഇന്നല്ലാഹ്. അർത്ഥം വെക്ക് മനുഷ്യ. അള്ളാഹ് പറഞ്ഞിട്ട് എന്താ അർത്ഥം വെക്ക്? അത്ര വലിയ പേടി. അർത്ഥം വെക്ക്. ഇന്നല്ലാഹ്. അർത്ഥം വെക്ക്. അർത്ഥം ഉംറ വിസക്ക് പോയവർക്ക് വരെ അതിന്റെ അർത്ഥം അറിയാം. സാധാരണ അർത്ഥാണ്. പറ. ഇന്നല്ലാഹ് വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും മുത്തുനബിയുടെ സ്വലാത്തിലാണ്. അല്ലാഹു അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന നിലക്ക്, മലക്കുകൾക്ക് അവരെ നേതാവ് എന്ന നിലക്ക്. യാ അയ്യുഹല്ലദീന, ആ മലക്കിന്റെ പണിയാടാ. സ്വർഗം കാക്കുന്ന മലക്കിന്റെ പണിയാടാ, നരകം കാക്കുന്ന മലക്കിന്റെ പണിയാടാ. അല്ലാന്ന് പറയട്ടെ ഒരു മൗലവി വിവരം അറിയും. അതുകൊണ്ട് അത്തരം വിഡ്ഢികളുടെ പിന്നാലെ കൂടണ്ട. അവർ വിഡ്ഢികളാണ്. അവർ വിഡ്ഢികളാണ് എന്ന് അവർക്ക് ഈ ദുനിയാവിൽ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. കേരള നദവത്തുൽ മുജാഹിദീൻ വിഡ്ഢികളുടെ സംഘടനയാണ്. അവർ വിഡ്ഢികളാണ് എന്നവർക്ക് ഇവിടെ വെച്ച് തിരിച്ചറിഞ്ഞാൽ പരലോകത്തെ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അവരും അവരെ കൂട്ടാളികളും കുടുങ്ങും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അതിന്റെ അധികാരം എനിക്കല്ല. പക്ഷേ അല്ലാഹു നമുക്ക് ഇറക്കി തന്ന നിയമം അനുസരിച്ച് വിധി ഇങ്ങനെയാണ്. മുത്തിന് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ്. എന്താ ഈ ആയത്ത്? എന്താണ് ഈ ആയത്ത്? ഇങ്ങനെ ഒരു ആയത്ത് തൗറാത്തിലുണ്ടോ? മൂസാ നബിക്ക് സ്വലാത്ത് ഇല്ല. മൂസാ നബിക്കും സ്വലാത്ത് മുത്തുനബിക്ക് ചൊല്ലണം. ആദം നബി ചൊല്ലിയില്ലേ ചങ്ങാതി? എന്തേ ആദമിന് കുട്ടികൾ ഉണ്ടാകാൻ കാരണം? ഇത്രയേറെ കുട്ടികൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ആദമിന് ഇത്രയേറെ കുട്ടികൾ ഉണ്ടാകാൻ കാരണം എന്താ? വകാന മഹ്റു ആദമാ അസ്സലാത്തു അലാ വലദി മുഹമ്മദ്. ആദം ഹവ്വായിന് മഹർ കൊടുത്തത് എന്താ? മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതാണ്. അതിന്റെ ബറക്കത്താണ് നമ്മളെല്ലാം അൽഹംദുലില്ലാഹ്. പിന്നെ കുട്ടികൾ ഉണ്ടാകാതിരിക്കും. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എവിടെ തൊട്ടാലും റഹ്മത്താണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എവിടെ തൊട്ടാലും റഹ്മത്താണ്. എവിടെ തൊട്ടാലും റഹ്മത്താണ്. എന്ത് റഹ്മത്താണ്? ഒരിക്കൽ യാത്രക്കിടയിൽ ഒരു വീട്ടിൽ വന്ന പുണ്യ റസൂല് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞു, ഒന്നുമില്ലല്ലോ നബിയേ, ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ആടുണ്ട്, രാവിലെ ഞങ്ങൾ കറന്നിട്ടുമുണ്ട്. ഇപ്പൊ എന്താ ഉണ്ടാവില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാ പാത്രം എടുക്കി. പാത്രം എടുത്തു. റസൂൽ തന്നെ ആടിന്റെ അടുത്ത് എന്നു ആട് പാലങ്ങനെ ചുരത്തി കൊടുത്തു. ആട്ടും പാല് പാത്രത്തിലേക്ക് കടന്നു മുഹമ്മദ് മുസ്തഫ. അവിടെ കൂടി എല്ലാവർക്കും പാല് കുടിപ്പിച്ചു. രാവിലെ കറന്നിട്ടുണ്ട്, ഉച്ചയ്ക്ക് പിന്നെയും കറന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി ആ പാൽപാത്രം അവർക്ക് കൊടുത്തു. റസൂലുള്ളാഹി പോയി. പിന്നെ ആ ആടിന്റെ അവസ്ഥ, പിന്നെ ആ ആടിന് പാല് പറ്റിയതേ ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മദീനത്ത് ക്ഷാമം വന്നു. ഒരു തുള്ളി വെള്ളമില്ല, ഒരു അരി ഭക്ഷണമില്ലാത്ത ഒരു കാലം വന്നു. അപ്പോൾ എല്ലാവരും ഈ ഗ്രാമത്തിൽ വരും. വരുന്നവർക്ക് മുഴുവനും പറ ഒറ്റ കറക്കലാണ്. കാരണം ആ പാത്രം എന്നറിയാം, എവിടുന്നാ പാല് വരുന്നത് അറിയൂല. എന്തേ? ആ അകട്ടിൽ ആര് പിടിച്ചിട്ടുണ്ട്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആകട്ടിൽ മുത്തുനബി പിടിച്ചിട്ടുണ്ട്. ചെങ്കണ്ണ് പിടിച്ചു അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.
പിന്നെന്താ ഉണ്ടായത്? കണ്ണിലും നീര് പുരട്ടി മുഹമ്മദ് മുസ്തഫ. പിന്നെ ഏത് ആർക്കും കാണാത്തതും എനിക്ക് കണ്ടിരുന്നു. സ്വഹാബത്തിലെ ഏറ്റവും കാഴ്ചയുള്ള ആൾ മരണം വരെ സയ്യിദുനാ അലിയാണ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഹബീബിന്റെ ഉമ്മിനീരാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സലമയുടെ യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് സലമത്ത് ബിൻ അക്വഇന്റെ റളിയല്ലാഹു അൻഹു കൈ ഒടിഞ്ഞ് വെട്ടുകൊണ്ട് വാളുകൊണ്ട് കൊണ്ടിട്ട് ഒടിഞ്ഞു തൂങ്ങിപ്പോയി. ആളുകൾ അദ്ദേഹത്തിന്റെ അറ്റി വീഴാനായ കൈ ചീന്തി എടുക്കാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, ലാ 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 ലാ, ചീന്തി എടുക്കണ്ട, റസൂലുള്ളാഹിന്റെ അടുത്ത് പോവാ, പരിഹാരം ഉണ്ടാവും. അറ്റി വീഴാനായ കൈയും കൊണ്ട് താങ്ങിപ്പിടിച്ച റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് മീനെ കഷ്ടം പെട്ടിയതുപോലെ അറ്റി വീഴാനായ കൈ ഹബീബിന്റെ അടുത്ത് എന്നപ്പോ ഹബീബ് എന്ത് ചെയ്തു? ഹബീബ് ഉമ്മിനി കൈ ഒന്നിങ്ങനെ എടുക്കുക ഏറ്റു വെച്ച് മുറിവായിലേക്ക്. ചൂണ്ടുവരൽ ഹബീബ് അവിടുത്തെ ഉമ്മിനീരെടുത്തുകൊണ്ട് അതിന്റെ മേൽ പുരട്ടി. പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ലാത്തതുപോലെ ആ കൈ കൊണ്ട് ആ യുദ്ധത്തിൽ തന്നെ യുദ്ധം ചെയ്തു സലമ റളിയല്ലാഹു അൻഹു. ബിബറകത്തി മുഹമ്മദ്, ബിബറകത്തി മുഹമ്മദ്. എന്താ ഇതൊക്കെ? എന്താണ് പറഞ്ഞാൽ തീരൂല്ല മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു നാട്ടുകാര് മുസ്ലിമാകാൻ വേണ്ടി വന്നപ്പോൾ അവരൊന്ന മുസ്ലിമായി കഴിഞ്ഞ് തിരിച്ചു കുറച്ചു നേരം കാലം പാർത്തു. പിന്നെ മദീനയിൽ നിന്ന് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ വിരുന്നുകാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി അരികിൽ ചെന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ പറഞ്ഞു, നബിയെ ഒന്നും വേണ്ട, എവിടെ നിന്നും കിട്ടാത്തത് നിങ്ങൾ ഞങ്ങൾക്ക് തന്നല്ലോ, അത് മതി, ഒന്നും വേണ്ട. അല്ല എന്നാലും ഒരു പാരിതോഷികം തരാം. എന്താ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാരിതോഷികം? ഞാനത് തരാം. അപ്പോൾ പറഞ്ഞു, നബിയെ ഒന്നും വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് ലന ആബാറുൻ, ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കിണറുണ്ട്, അതിൽ 6 മാസേ വെള്ളം ഉണ്ടാവും. ഞങ്ങൾ 6 മാസം കിലോമീറ്ററുകൾ നടന്നിട്ട് വെള്ളം കൊണ്ടുവരണം. ആകെ ഞങ്ങളുടെ പ്രശ്നം പറ വെള്ളമില്ലായ്മയാണ്. അതിന് 6 മാസം ഞങ്ങളെ ഗ്രാമത്തിൽ വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ 6 മാസം ഞങ്ങൾ ദൂരെ പോയി ഏറ്റിക്കൊണ്ടുവരണം. ആ നിന്ന നെറുപ്പിൽ ഒരു പിടി ചരൽക്കല്ലുണ്ട് വാരി റസൂലുള്ളാഹി. അതവരെ നേതാവിൻ്റെ കയ്യിലോട്ട് കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ചരൽക്കല്ല് ഓരോ കിണറിലും കിട്ടണം. അവർ ചെയ്തതുപോലെ പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്തു? തിരിച്ചു എന്നിട്ട് മനസ്സിലാവണില്ലേ? ഓരോ ചരൽക്കല്ല് ഓരോ പിന്നെ അടിത്തട്ട് ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലായോ? പിന്നെ ആ കിണറുകളെ അടിത്തട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതിൽ എത്ര വെള്ളം എത്ര ആഴെന്ന് പോലും ഞങ്ങൾക്ക് അത്ര ആഴുണ്ടായിരുന്നു. പിന്നെ ആ കിണറിന്റെ അടിത്തട്ട് കണ്ടിട്ടില്ല. പിന്നെ വെള്ളത്തിന് ഞങ്ങൾ കുടുങ്ങിയിട്ടില്ല. ഇതാണ് മുഹമ്മദ് മുസ്തഫ. മരുഭൂമിയിൽ വെള്ളത്തിന് വിഷമിച്ചു. ഒരു തുള്ളി വെള്ളമില്ല, കിട്ടാനുള്ള വഴിയുമില്ല. 1500 ആളോടി വന്നു, നബിയെ ഒരു തുള്ളി വെള്ളമില്ല, കുളിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു, കൊണ്ടുവരൂ പാത്രം. കൈയാണ് നീട്ടി, ഇങ്ങോട്ട് വന്നു. കയ്യിലൂടെ വെള്ളം അങ്ങോട്ട് വന്നു. പാത്രം മുഴുവനും നിറഞ്ഞു. തോൽപാത്രങ്ങൾ നിറച്ചു. 1500 ആളുകളെ ഒട്ടകങ്ങളെ കുടിപ്പിക്കാൻ ഓടി. ഒട്ടകങ്ങൾ കുടിച്ചു. വെള്ളം ബാക്കിയായി. എല്ലാവരും യാത്രാക്ഷീണം അകറ്റാൻ കുളിച്ചു. എന്നിട്ടും വെള്ളം ബാക്കിയായി. 1500 ആളുകൾ വെള്ളം കൊണ്ട് കളിച്ചിട്ടും ബാക്കിയായി. വഫളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിയിൽ മുത്തബ യലി മാഉ സംസമിൻ. സംസം വെള്ളത്തിന് ഈ പദവിയില്ല. ലോകത്തെ ഏറ്റവും വലിയ പദവി റസൂലുള്ളാഹ് ദാഹിച്ചവരെ കുടിപ്പിച്ച കൈവെള്ളയിലെ വെള്ളത്തിനാണ്. രണ്ടാമത്തെ പദവിയെ എന്തിനുള്ളൂ? സംസം വെള്ളത്തിനുള്ളൂ. ഒന്നാമത്തെ വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. അത് പരലോകത്ത് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് കുടിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഇങ്ങനെ ഒരു നേതാവിനെ കിട്ടിയിട്ട് വിമർശിക്കണോ? ഇങ്ങനത്തെ ഒരു നേതാവിനെ കിട്ടിയിട്ട് മുഹമ്മദ് ഉറക്കെ പറ, മുഹമ്മദ് لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دارس الرمم. അല്ല മറച്ചു വെച്ചിട്ടാണ്. അല്ല എങ്ങാനും വെളിവാക്കിയിരുന്നുവെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടൊരാൾക്ക് ഒരു ശ്മശാനത്തിലൂടെ നടക്കാൻ കഴിയുകയില്ല. അല്ലാഹു തആല മനുഷ്യനെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ നബിയുടെ ഖദർ മറച്ചു വെച്ചതാണ്. നബിയുടെ ഖദറെങ്ങാനും അല്ല വെളിവാക്കിയിരുന്നുവെങ്കിൽ ശ്മശാനത്തിന്റെ അരികിലൂടെ നടന്നു പോയ ഒരാള് മുഹമ്മദ് എന്ന് ചൊല്ലിയാൽ ശ്മശാനത്തിലെ ദ്രവിച്ച എല്ലുകൾ പോലും കൂടിയെണീറ്റ് നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ലൗ നാസബത് ഖദറഹു آياته عظما أحيا اسمه حين يدعى دارس الرمم لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهم. مولاي صل وسلم دائما أبدا على حبيبك خير ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് മദ്ഹ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിശദീകരിക്കും. നിങ്ങളൊന്നുമില്ല എങ്കിലും കുറച്ച് ആളുകൾ കൂടി എന്നെ കുറ്റം പറയേണ്ടതുണ്ട്, വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ജഹ്ല് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പിഴക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കണം. അത് ഞാൻ വെളിവാക്കും. അത് വെളിവാക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ എത്ര വിഡ്ഢിയായിരുന്നു. എന്നിട്ട് അവർ മുഅ്മിനീങ്ങളുടെ മാർഗത്തിലേക്ക് വരണം. അതാ എൻ്റെ ആവശ്യം. ആർക്ക് വിമർശിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. എന്നെ ആർക്ക് വിമർശിക്കാം. സോഷ്യൽ മീഡിയയിൽ വിമർശിക്കാനായിട്ടൊരു കമ്പനി നടക്കുന്നുണ്ട്, അന്ന് എനിക്ക് പ്രശ്നമില്ല. അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരല മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷേ ഫാത്തിഹ സൂറത്ത് മദ്ഹ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മിയുടെ ബാ മുതൽ വലല്ലാഹീന നൂർ വരെ മുഹമ്മദ് മുസ്തഫാന്റെ മദ്ഹാണ്, സനാ ആണ്. അതാണ് ഫാത്തിഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഫാത്തിഹ പോലും റസൂലുള്ളാഹിയുടെ പേരാണ്. ഫാത്തിഹ ഖുർആന്റെ പേരാണെങ്കിൽ ഫാത്തിഹ പറ റസൂലുള്ളാഹിയുടെ പേരാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരാണ്. എല്ലാ റസൂലുള്ളാഹിന്റെ പേരാണ്. എല്ലാ റസൂലുള്ളാഹിന്റെ പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ റസൂലുള്ളാഹിന്റെ പേരാണ്. എല്ലാം സ്വർഗ്ഗത്തിൽ 2 സൂറത്തോടും 2 റസൂലുള്ളാഹിന്റെ പേരാണ്. സ്വർഗ്ഗത്തിൽ ഓടുന്ന സൂറത്ത് ഏതാ? സ്വർഗ്ഗത്തിൽ ഓടുന്ന സൂറത്ത് ഒന്ന് സൂറത്ത് ത്വാഹ, ഒന്ന് സൂറത്ത് യാസീൻ. 2 സൂറത്ത് സ്വർഗ്ഗവാസികൾ ഓതിക്കൊണ്ടിരിക്കും. സ്വർഗ്ഗത്തിൽ പോയാലും 2 സൂറത്ത് ഓതിക്കൊണ്ടിരിക്കും. ഒന്ന് ത്വാഹ, ഒന്ന് യാസീൻ. ത്വാഹ ആരെ പേരാ? റസൂലുള്ളാഹിന്റെ പേരാ. യാസീൻ റസൂലുള്ളാഹിന്റെ. എന്താണ് മനുഷ്യന്മാരെ ഇവർക്ക് ബുദ്ധിയില്ലാത്ത? എന്തോടോ റസൂലുള്ളാഹ് ആരാണ് കുട്ടി നീ വിചാരിച്ച്? പുണ്യ മുഹമ്മദ് മുസ്തഫ. മൗലൂദോടൽ സുന്നത്തല്ല, ഫർളാണ്. ഈമാൻ ഉണ്ടെങ്കിൽ അത് ഓതിയിരിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? മഗ്‌രിബ് നിസ്കരിച്ചു. ഞാൻ ഇന്നലെ മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. നിസ്കാരം കഴിഞ്ഞു, കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടികൾ അങ്ങനെ ചെയ്യും, സ്ഥിരമാണ്. എൻ്റെ ബാപ്പ അങ്ങനെ, എൻ്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചതാണ്. ബാപ്പ ഈ കൊല്ലം ഇല്ല. മൗലിദിൻ്റെ അടുത്തപ്പോഴത്തേന് കരച്ചിൽ വന്നു. ബാപ്പ മരിച്ചുപോയി. കഴിഞ്ഞ കൊല്ലം ബാപ്പ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മഗ്‌ഫിറത്ത് കൊടുക്കട്ടെ. മഗ്‌രിബ് നിസ്കാരമാണ് കഴിഞ്ഞ റബീഉൽ അവ്വൽ 30 ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കും ബാപ്പാൻ്റെ മുന്നിൽ മൗലിദോടും. എല്ലാവരും ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുൻഗാമികൾ സാലിഹ്യങ്ങൾ പഠിപ്പിച്ച വഴിയാണ്. ഇവരൊക്കെ മുഅ്മിനീങ്ങളായി മരിച്ചുപോയത് നമ്മൾ കണ്ടതാണ്. അല്ലാഹു അവർക്കൊക്കെ മഗ്‌ഫിറത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവൻ്റെ ആഖിറം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആരും ചെയ്യരുത്. ഇന്ന് ദുനിയാവിലെ സാലിഹ്യങ്ങളെല്ലാം ഈ മാർഗത്തിലാണ്. കഴിഞ്ഞ കാലത്തെ സാലിഹ്യങ്ങളും ആ മാർഗത്തിലാണ്. പണക്കാട്ട് പൂക്കോയയുടെ വീട്ടിൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ മൗലിദ് നടന്നതായി ചരിത്രം രേഖപ്പെടുത്തി. എല്ലാ കൊല്ലവും പൂക്കോയ പാപ്പ മരിക്കുന്നത് വരെ പൂക്കോയയുടെ കാലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അവർക്ക് മഗ്‌ഫിറത്ത് കൊടുക്കട്ടെ, അവരുടെ കാലത്ത് പാണക്കാട്ട വീട്ടിൽ 1 മുതൽ 30 വരെ മൗലിദോടും ആൾ കൂടി ആ മൗലിദോടും. ഇപ്പോഴും അങ്ങനെയാണ്. ചിന്തിക്ക്, ബാപ്പക്ക് തങ്ങൾ അതല്ലാത്തൊരു പണി ഉണ്ടായിരുന്നില്ല. മൗലിദ് റസൂലില്ലാ.
അങ്ങനെ റസൂലുള്ളാഹിന്റെ മൗലിദ് സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. സാലിഹ്യങ്ങളൊക്കെ അങ്ങനെയാണ്, റസൂലുള്ളാഹിനെ പറ്റി പറയും, പുണ്യ റസൂലിനെ പറ്റി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹിന്റെ ഹബീബിനെ പറ്റി പഠിക്കുകയും മറ്റുമൊക്കെ ചെയ്യൽ വളരെ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ലഖദ് ജാഅക്കും എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഞാൻ പിന്നീട് പറയാം. അതിനിപ്പോൾ ഒരുങ്ങുന്ന ഒരു പണിയിലല്ല. ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള ഒരു പഠന പ്രഭാഷണത്തിലാണ്. അത് വലിയൊരു പഠനമായതുകൊണ്ട് എൻ്റെ സമയത്തിലെ നല്ലൊരു ശതമാനവും ഞാൻ ആ പഠനത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, ലോകത്തെ ഒരു അത്ഭുതമാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ആ അത്ഭുതം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശ്യം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മനുഷ്യർക്ക് ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് ഈമാൻ വരണം. അള്ളാഹിൻ്റെ റസൂലിനെയും അവിടുത്തെ പിൻഗാമിയെയും അവിടുത്തെ പിൻഗാമികളായ ഖുലഫാഉർ റാഷിദീങ്ങളെയും അവിടുത്തെ മരുമകനായ കൂട്ടത്തിലെ സയ്യിദുന അലി എന്ന പ്രത്യേകപ്പെട്ട ആളെയും ഒക്കെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരുടെ പിൻഗാമികളാണ് ഇന്നത്തെ അഹ്ലുബൈത്ത്. അവരിലാണ് ദീനുള്ളതും. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഖുർആനാണ്, ഒന്ന് എൻ്റെ കുടുംബവുമാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തറക്തു ഫീകും അസ്സഖലൈൻ, ഭാരമുള്ള രണ്ടെണ്ണം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് കിതാബുല്ലാഹ്, ഒന്ന് ഖുർആനാണ്. വഅഹ്ലു ബൈത്തി, രണ്ടാമത്തേത് എൻ്റെ കുടുംബവുമാണ്. ഇത് രണ്ടുമല്ല ദീന് പോണത്. അതിൽ ഒന്നിനെ തള്ളിയാൽ പിന്നെ ദീൻ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുകയും സമസ്ത കേരള ഉലമായുടെ പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത്. ഇതാണ് സമസ്തയുടെ ലക്ഷ്യം. ആ മാർഗത്തിലാണ് സമസ്ത ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാദേശികമായ വിങ്ങാണ് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അവരും അവരോട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. കീശയിലൊക്കെ വർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. കീശയുള്ളത് അങ്ങനെ തന്നെ എടുത്തു തന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണമേ റബ്ബേ. ആ കീശ നിറച്ചു കൊടുക്കണം. മുത്തുനബിയുടെ വർക്കത്ത് നിറച്ചു കൊടുക്കണം. ഒരാളും പരാജയപ്പെടരുതേ റബ്ബേ. മുഅ്മിനീങ്ങളെ കണ്ണ് തുറക്കാൻ ഇത്തരം വഅളുകൾ ഉപകരിക്കണമേ തമ്പുരാനെ. കണ്ണ് തുറപ്പിക്കുന്ന, കാത് തുറപ്പിക്കുന്ന വഅള് പറയും, വഅള് കേട്ടും വഅള് പ്രവർത്തിച്ചും. അല്ലദീന ഇദാ ദുകിറല്ലാഹ്, ചിലരെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മ വരും എന്നാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ പഠിച്ചു. ഞങ്ങളെ വലിയ അപ്പമാരെ നീ ആ കൂട്ടത്തിൽ പെടുത്തിയതുപോലെ ഞങ്ങളെയും ആ കൂട്ടത്തിൽ പെടുത്തണമേ പഠിച്ചോനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഈ കൂട്ടത്തിൽ രോഗികളെ പറ്റി പറഞ്ഞവരുണ്ട്. ഉമ്മക്ക് രോഗം ഉപ്പക്ക് രോഗം പറഞ്ഞവരുണ്ട്.